Okay. So, എല്ലാവർക്കും ഗുഡ് ഈവനിങ്. ഇന്ന് നമ്മളൊരു വെബിനാർ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ റീസെന്റ് നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാമിൽ വൺ ഓഫ് ദ ലീഡിംഗ് അക്കാഡമി ആയിട്ടുള്ള നമ്മുടെ ഏണസ് അക്കാഡമിയുടെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രോണിക്സ് PWD ഡിപ്പാർട്ട്മെന്റിലെ അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള വെബിനാറിലൊക്കെ എല്ലാവർക്കും സ്വാഗതം. സോ നമ്മൾ കുറച്ച് വർഷങ്ങളായിട്ട് സക്സസ്ഫുൾ ആയിട്ട് തന്നെ PSCയുടെ ഒക്കെ കോമ്പറ്റേറ്റീവ് എക്സാംസിലോട്ടൊക്കെ എൻ്റർ ആയിട്ടുണ്ട്. ഇപ്പോൾ പറയുകയാണെങ്കിൽ വാട്ടർ അതോറിറ്റിയുടെ അസിസ്റ്റന്റ് എഞ്ചിനീയർ, അതുപോലെ ലെക്ചർ ഇൻ പോളിടെക്നിക്സ്, ദെൻ ഇൻസ്ട്രക്ടേഴ്സ്, എല്ലാ എല്ലാ ഫീൽഡ്, സിവിൽ ആവട്ടെ, ഇലക്ട്രോണിക്സ് ആവട്ടെ, ഇലക്ട്രിക്കൽ ആവട്ടെ, മെക്കാനിക്കൽ ആവട്ടെ, അത്യാവശ്യം നല്ല റിസൾട്ട് തന്നെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് വർഷങ്ങളായിട്ട്. സോ ലാസ്റ്റ് ഇയറിൽ ഒരുപാട് എക്സാംസ് ഉണ്ടായിരുന്നു. വി ആർ വെയിറ്റിംഗ് ഫോർ ദ റിസൾട്ട്സ് ഓഫ് ദോസ് കൈൻഡ് ഓഫ് എക്സാംസ്. ആൻഡ് അതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് നമ്മൾ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രോണിക്സ് ഇൻ PWD കാറ്റഗറി നമ്പർ 71/2024. ആൻഡ് ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു വെബിനാർ, സിലബസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള വെബിനാർ ഐ തിങ്ക് ഒരു 2 months ബാക്ക് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള ലാസ്റ്റ് ടൈമിലുള്ള സിലബസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു വെബിനാർ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് നമ്മൾ കുറേ എക്സാംസിനെ പറ്റിയുള്ള കാര്യങ്ങൾ സിലബസ് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓരോ സബ്ജക്റ്റിനെ പറ്റിയുള്ള റെഫറൻസസും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ ലാസ്റ്റ് ഇയർ ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു ഫോർമാറ്റിൽ തന്നെ നമ്മൾ ഓൺലൈൻ ആയിട്ടുള്ള ക്ലാസ്സസ് എടുക്കുന്നു. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസിനെ വെച്ച് അത്യാവശ്യം നല്ല റിസൾട്ട് തന്നെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ഇതും കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. ഓൾറെഡി സ്ലോലി നമ്മൾ സിലബസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് സിലബസ് ഒക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ അക്കാഡമിയിൽ അവൈലബിൾ ആണ്. നമ്മുടെ ആ ക്ലാസ് റെക്കോർഡ് ക്ലാസ്സുകളൊക്കെ അവൈലബിൾ ആണ്. സോ ഈ ഒരു വെബിനാറിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഓൾറെഡി നമ്മൾ നോട്ടിഫിക്കേഷനെ പറ്റിയൊക്കെ ലാസ്റ്റ് ടൈം പറഞ്ഞതാണെങ്കിൽ പോലും സപ്പോസ് അത് മിസ് ചെയ്ത കാൻഡിഡേറ്റ്സ് ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി ഒരു ഓവർവ്യൂ നമുക്ക് തരാം. മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് നമ്മൾ ഒരു 100 days സ്റ്റഡി പ്ലാൻ, 100 days നമ്മൾ ജസ്റ്റ് ഒരു ഡേ നമ്മൾ പറയുന്നേ ഉള്ളൂ. ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുക. നിങ്ങളിപ്പോൾ ഈ ഒരു എക്സാമിനെ പ്രിപ്പയർ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, എങ്ങനെ സബ്ജക്റ്റ് ചൂസ് ചെയ്യണം എന്നൊക്കെ ഒരു ഐഡിയ നിങ്ങൾക്ക് തരിക. ദെൻ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ജനറൽ ആയിട്ടുള്ള കുറച്ച് ടിപ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഒരു കോമ്പറ്റേറ്റീവ് എക്സാംസ് ചിലപ്പം ചില കുട്ടികൾ കാണും, പുതിയതായിട്ട് PSC എക്സാംസിലോട്ട് എത്തുന്ന കുട്ടികളൊക്കെ കാണുമായിരിക്കുമല്ലോ. അപ്പം അങ്ങനെയുള്ള കുട്ടികൾക്ക് എങ്ങനെ നമുക്ക് ഈ ഒരു എക്സാമിനെ ഫേസ് ചെയ്യാം, എങ്ങനെ പഠിച്ചു തുടങ്ങാം എന്നുള്ള കുറച്ച് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. ദെൻ നമുക്ക് ഒരു എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ പാറ്റേൺ ഒന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരിക. അതാണ് നമ്മൾ ഈ ഒരു ഓവർവ്യൂ, ഈ ഒരു വെബിനാർ സെഷൻ കൊണ്ട് ബേസിക്കലി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രോണിക്സ് ഇൻ PWD നോട്ടിഫിക്കേഷൻ 71/2024 ആണ്. ക്വാളിഫിക്കേഷൻസ് ഒക്കെ നമ്മൾ എന്താണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ബിടെക് ഇൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, റേഡിയോ ഓർ ടെലികമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, അത് ഡിഗ്രി ലെവലായിട്ടുള്ള വരുന്നുണ്ട്. ദെൻ ഡിപ്ലോമ ഇൻ EC, ഐ മീൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രിക്കൽ ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ആൻഡ് MSc കുട്ടികൾക്കും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. MSc ഇൻ ഫിസിക്സ് ആൻഡ് അപ്ലൈഡ് ഫിസിക്സ് ഒക്കെ ഉള്ള കുട്ടികൾക്ക് ഇതിനെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. സോ ബിടെക് പ്ലസ് ഡിപ്ലോമ പ്ലസ് MSc കാൻഡിഡേറ്റ്സും നമുക്ക് ഇതിനകത്ത് കാണുമായിരിക്കും. അത്യാവശ്യം നല്ല കോമ്പറ്റീഷൻ തന്നെ എക്സ്പെക്ട് ചെയ്യാം. ഇലക്ട്രിക്കലിന്റെ ഒക്കെ ഈ ഒരു സെയിം സിലബസ് വെച്ചുള്ള ഇലക്ട്രിക്കലിന്റെ AEയുടെ എക്സാമിന് ഓൾമോസ്റ്റ് 14,000 ഓർ 18,000 കാൻഡിഡേറ്റ്സ് ഉണ്ടായിരുന്നു ഒരു 2022 കാലഘട്ടത്തിൽ നടന്ന ഒരു എക്സാമിന്. ബിലോ 20,000 ആയിരുന്നു കാൻഡിഡേറ്റ്സ് ഉണ്ടായിരുന്നത്. ഐ തിങ്ക് ഇറ്റ്സ് 40,000 ഓർ സംതിങ്. അത്രയും കാൻഡിഡേറ്റ്സ് ആ ഒരു എക്സാമിന് ഉണ്ടായിരുന്നു. അത് ഓൺലി ഫോർ ബിടെക് ഇലക്ട്രിക്കൽ സ്റ്റുഡൻസിന് വേണ്ടി മാത്രമായിരുന്നു. സോ ഇത് ബിടെക് കൊണ്ട് ഫിസിക്സുകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പ്ലസ് ട്രിപ്പിളി പ്ലസ് EC പ്ലസ് അതർ ഡിപ്പാർട്ട്മെന്റ്സിനൊക്കെ ഉണ്ട്. നമ്മൾ കുറച്ചും കൂടെ കോമ്പറ്റീഷൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ അതിശക്തമായി പഠിച്ചാൽ മാത്രമേ നമുക്ക് ടോപ്പ് ഓഫ് ദ ടേബിൾ നമുക്ക് എത്താൻ സാധിക്കുള്ളൂ. സോ ഇതിന്റെ സ്കെയിൽ ഓഫ് പേ പറയുകയാണെങ്കിൽ 55,200 ആണ് ഇതിന്റെ സ്റ്റാർട്ടിങ് ബേസിക് പേ എന്ന് പറയുന്നത്. സോ AEയുടെ ആ ഒരു പേ സ്കെയിലാണ് വരുന്നത്. നമ്മുടെ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് കൊണ്ട് പറയുകയാണെങ്കിൽ 2 വേക്കൻസീസ് ആണ് വരുന്നത്. മോസ്റ്റ് പ്രോബബിളി രണ്ടിൽ ഉയരാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇപ്പൊ നമുക്ക് പറഞ്ഞിരിക്കുന്നത് 2 വേക്കൻസീസ് ആണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. ഏജ് ലിമിറ്റ് ആസ് യൂഷ്വൽ 19 to 40 ആണ് നമ്മുടെ ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത്. ദെൻ ലാസ്റ്റ് ടൈമിലെ എക്സാം 506/2013 ആയിരുന്നു ലാസ്റ്റ് എക്സാം കാറ്റഗറി നമ്പർ.
2018 ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു ലിസ്റ്റ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ മാക്സിമം മാർക്ക് വന്നിരുന്നത് 67.33 ആയിരുന്നു മാക്സിമം മാർക്ക്. ദാറ്റ് മീൻസ് റിട്ടേൺ എക്സാമിലെ മാക്സിമം മാർക്ക് 55 ആയിരുന്നു. റിട്ടേൺ എക്സാമിലെ മാർക്ക് മാക്സിമം മാർക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇന്റർവ്യൂ 12 മാർക്സ് ആയിരുന്നു. സോ ആ ഒരു റാങ്ക് ലിസ്റ്റിലെ മാക്സിമം മാർക്ക് 67.33 ആയിരുന്നു. സോ റിട്ടേൺ എക്സാമിൽ ഔട്ട് ഓഫ് 100 55 ആയിരുന്നു ആ ഒരു കാലഘട്ടത്തിലെ മാക്സിമം മാർക്ക്. സോ നമുക്ക് അറിയാം ടെക്നിക്കൽ എക്സാം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ആ ഒരു കട്ട് ഓഫ് ഒരു 70 ബിലോ ആയിരിക്കും മോസ്റ്റ് പ്രോബബ്ലി കട്ട് ഓഫ് വേക്കൻസി അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും എങ്കിൽ പോലും ഒരു 70 ബിലോ അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിലൊക്കെ ആയിരിക്കും എപ്പോഴും കട്ട് ഓഫ് വരിക. ദാറ്റ് മീൻസ് നമ്മളൊരു 75% എങ്കിലും മാർക്ക് എക്സ്പെക്ട് ചെയ്താൽ മാത്രമേ നമ്മൾ എഗെയിൻ കട്ട് ഓഫ് ടേബിൾ എത്തൂ എന്ന് അതിന്റെ ചുരുക്കം. അന്ന് മെയിൻ ലിസ്റ്റിൽ 60 കാൻഡിഡേറ്റ്സ് ആയിരുന്നു മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. ടോട്ടൽ അഡ്വൈസ് 9 അഡ്വൈസസ് ആയിരുന്നു ലാസ്റ്റ് ടൈം കൊടുത്തിരുന്നത്. സോ 9 അഡ്വൈസസ് ആണ് ലാസ്റ്റ് ടൈം നമുക്ക് ആ ഒരു എ ഇൻ ഇലക്ട്രോണിക്സ് PWDയിൽ ലാസ്റ്റ് ടൈം ടോട്ടൽ അഡ്വൈസ് കൊടുത്തിരുന്നത് 9 അഡ്വൈസസ് ആയിരുന്നു ലാസ്റ്റ് ടൈം കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ ഇതായിരുന്നു ലാസ്റ്റ് റിക്രൂട്ട്മെന്റിന്റെ ഒരു സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. സോ ലാസ്റ്റത്തെ കാര്യങ്ങളൊക്കെ വിട്ടോളൂ, ബിക്കോസ് PSCയുടെ എക്സാം ക്വസ്റ്റ്യന്റെ ഒരു ടൈപ്പ് മാറി. കുറച്ചുകൂടെ ഹൈലി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. പണ്ട് അത്രയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കുറെ ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കുകയായിരുന്നെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റുന്ന രീതിയിലൊക്കെ ആയിരുന്നു കുറച്ച് കാലം മുമ്പ് വരെ. പക്ഷെ ഒരു 2020ക്ക് ശേഷമുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഹൈലി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് PSC സെറ്റ് ചെയ്യുന്നതും. സോ നമ്മൾ AE എന്ന് പറഞ്ഞാൽ പോലും ഒരു AP ലെവൽ അല്ലെങ്കിൽ ഗേറ്റ് ലെവൽ പഠിച്ചാൽ മാത്രമേ മേ ബി AE ലെവൽ പഠിക്കുവാണെങ്കിൽ നമുക്ക് റാങ്ക് ലിസ്റ്റ് കയറാൻ സാധിക്കും. പക്ഷെ നമുക്ക് വേണ്ട റാങ്ക് ലിസ്റ്റ് കയറുമല്ലോ നമുക്ക് വേണ്ടത്. നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് റാങ്കിന്റെ ടോപ്പ് റാങ്ക് ആണ് നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. സോ ടോപ്പ് റാങ്കിൽ എത്തണമെങ്കിൽ നിങ്ങൾ ഏത് എക്സാം ആയിക്കൊള്ളട്ടെ നിങ്ങൾ ഗേറ്റ് ലെവൽ തന്നെ പഠിക്കുക. ടഫ് ആയിരിക്കും, ഡിഫിക്കൽട്ട് ആയിരിക്കും, ഡിപ്രസിങ് ആയിരിക്കും, മൂഡ് ഔട്ട് ആവുന്ന സംഭവമായിരിക്കും. ഒബ്വിയസ്ലി നിങ്ങൾ സ്ട്രഗിൾ ചെയ്യും. പക്ഷെ ആ ഒരു സ്ട്രഗിൾ ചെയ്താൽ മാത്രമേ ഈ ഒരു ഇത്രയും ടൈറ്റ് കോമ്പറ്റീഷൻ ഒരു 20,000 25,000 സ്റ്റുഡൻസ് ഇരുന്ന കോമ്പറ്റീഷനിൽ ഫസ്റ്റോ അല്ലെങ്കിൽ സെക്കൻഡോ അല്ലെങ്കിൽ തേർഡോ വരണമെങ്കിൽ ആ ഗേറ്റ് ലെവലിൽ ഇരുന്ന് കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ടിരുന്ന് പഠിക്കുക. ഞങ്ങൾ കുറച്ച് നാൾ പഠിച്ചു അല്ലെങ്കിൽ എക്സാം വരുന്നതിന് കുറച്ച് നാൾ മുന്നേ പഠിച്ചു തുടങ്ങാമെന്നും ചിന്തിക്കാതെ എക്സാം എന്ന് വേണമെങ്കിലും വന്നോട്ടെ, ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക. ഇപ്പൊ നിങ്ങൾ സിലബസ് തീർത്ത് പോവുകയാണെങ്കിൽ മിച്ചം കിട്ടുന്ന ടൈമുകളൊക്കെ നിങ്ങൾക്കൊരു ബോണസ് എന്ന് ഓർക്കുക. നിങ്ങൾക്ക് ടഫ് ആയിട്ടുള്ള സബ്ജക്ട് റിവൈസ് ചെയ്യാനോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകൾ എഴുതാനോ റിവൈസ് ചെയ്യാനോ അതൊരു അങ്ങനെയുള്ള ടൈം പീരീഡ് നിങ്ങൾക്ക് ഒരു ബോണസ് ടൈം പീരീഡ് അങ്ങ് കൂട്ടിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. സോ ഇപ്പോഴേ പഠിച്ചു തുടങ്ങാം കൺസിസ്റ്റന്റ് ആയിട്ട്. സ്ലോലി ആണെങ്കിൽ ശരി, ദിവസം ഒരു ടോപ്പിക്കോ 2 ടോപ്പിക്കോ എങ്കിലും ആ ഒരു ടച്ച് പോകാതെ തന്നെ നിങ്ങൾ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യുക. എഗെയിൻ പറയാണ്, EC-കാർക്ക് മാത്രമല്ല ഇലക്ട്രിക്കലുകാർക്കുമാണ്. എഗെയിൻ പ്രീവിയസ് സിലബസ് എന്ന് പറയുന്നത് വളരെ കോമഡി ആയിട്ടുള്ള സിലബസ് ആണെന്ന് ഞാൻ ഓൾറെഡി പറയുകയുണ്ടായിരുന്നു. അത് പക്ക ഇലക്ട്രിക്കൽ സിലബസ് ആണെന്ന് ലാസ്റ്റ് വെബിനാറിൽ നമ്മൾ പറയുകയുണ്ടായിരുന്നു. സോ ഇലക്ട്രോണിക്സുകാർക്കൊക്കെ മെഷീൻസും പവർ സിസ്റ്റം എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം ഡിഫിക്കൽട്ട് തന്നെ ആയിരിക്കും എന്നാണ് നമ്മുടെ ഒരു എക്സ്പെക്ടേഷൻ. സോ ഇപ്പോഴേ തുടങ്ങുക. നിങ്ങൾ പഠിക്കാത്ത ടോപ്പിക്കുകൾ ഉണ്ടെങ്കിൽ ഇലക്ട്രോണിക്സുകാർക്കോ ഫിസിക്സുകാർക്കൊക്കെ പവർ സിസ്റ്റം എന്ന് പറയുന്ന അല്ലെങ്കിൽ മെഷീൻസ് എന്ന് പറയുന്ന ടോപ്പിക് അല്ലെങ്കിൽ പവർ ഇലക്ട്രോണിക്സിന്റെ കുറച്ചുകൂടെ ഡീപ്പ് സബ്ജക്റ്റുകളൊക്കെ കുറച്ച് ഏലിയൻ ആയിട്ടായിരിക്കും നിങ്ങൾ അവിടെ നിൽക്കുക. സോ അതിനുവേണ്ടി കൂടുതൽ സബ്ജക്ട് ഫോക്കസ് ചെയ്യുക. സപ്പോസ് ഇലക്ട്രിക്കൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക് അത് നമ്മൾ പഠിക്കാത്ത ഇലക്ട്രിക്കൽ സ്റ്റുഡൻസ് പഠിക്കാത്തൊരു ടോപ്പിക്കാണ്. അപ്പം അതിനൊക്കെ കൂടുതൽ ടൈം കണ്ടെത്തുക. കാരണം ബേസിക് ഒക്കെ നിങ്ങൾക്ക് അത്യാവശ്യം അറിയാവുന്ന സാധനമായിരിക്കും. മെഷീൻസ് നിങ്ങൾ മെഷീൻ 1 2 3 അല്ലെങ്കിൽ പവർ സിസ്റ്റം 1 2 3 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൺട്രോൾ സിസ്റ്റം 1 2 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പഠിച്ചിട്ടുള്ള കാര്യമായിരിക്കും. അതൊക്കെ നമുക്കൊന്ന് ബ്രഷപ്പ് ചെയ്താൽ കിട്ടാവുള്ളൂ. പക്ഷെ കമ്മ്യൂണിക്കേഷൻ നമ്മൾ പഠിക്കാത്ത ടോപ്പിക് ആയതുകൊണ്ട് തന്നെ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യാം. ഓക്കെ, സോ നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഏതാണോ ടഫ്, നിങ്ങൾ ഏതാണോ പഠിക്കാത്തതെന്ന് നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്തിട്ട് ഒരു സ്റ്റഡി പ്ലാൻ ആണ് ഇനിഷ്യലി ഉണ്ടാക്കേണ്ടത്. അപ്പൊ ആ ഒരു സ്റ്റഡി പ്ലാൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്യാം എന്നൊരു ഐഡിയ ആണ് ഞാൻ ഈ ഒരു സെഷൻ കൊണ്ട് ബേസിക്കലി ഉദ്ദേശിക്കുന്നത്. അഗൈൻ സിലബസിനെ പറ്റിയുള്ള ആ ഒരു ഐഡിയ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തൊട്ട് മുമ്പ് നമ്മൾ ഒരു 2 months ബാക്ക് ചെയ്ത ആ വെബിനാർ നിങ്ങൾ ജസ്റ്റ് നോക്കാൻ. അപ്പോൾ നമ്മൾ സിലബസിനെ പറ്റി ഓരോ സബ്ജക്റ്റുകളെ പറ്റി നമ്മൾ പ്രോപ്പറായിട്ട് ഏതൊക്കെയാണ് റെഫറൻസ് വേണ്ടതെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ ഒരു 100 days കൊണ്ട് നമുക്ക് എങ്ങനെ ഈ ഒരു സിലബസ് കവർ ചെയ്യാം. ദാറ്റ് മീൻസ് ഒരു 3 മാസം 3-3.5 മാസം കൊണ്ട്
നമുക്ക് എങ്ങനെ ഈ ഒരു സബ്ജക്ട് മൊത്തത്തിൽ കവർ ചെയ്യാം എന്നാണ് ഞാൻ ഈ ഒരു സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനീഷ്യലി ഫേസ്റ്റ് മോഡ്യൂൾ എന്ന് പറയുന്നത് ബേസിക് ഇലക്ട്രിക്കലിന്റെ കുറച്ച് കാര്യങ്ങളും ഇലക്ട്രോ മാഗ്നറ്റിക്സും ആണ് നമുക്ക് ഫസ്റ്റ് മോഡ്യൂൾ വരുന്നത്, അല്ലെ? ഫസ്റ്റ് മോഡ്യൂൾ വന്നിരുന്നത് ഫസ്റ്റ് വൺ ബേസിക് ഇലക്ട്രിക്കൽ എന്ന് പറയുന്നത്. അത് എനിക്ക് തോന്നുന്നു എല്ലാ കുട്ടികൾക്കും അറിയാവുന്നതായിരിക്കും. ഫസ്റ്റ് ആദ്യം തന്നെ നമുക്ക് ക്രിച്ചോഫിലോ KVL KCL ഒക്കെ നിങ്ങൾക്ക് ബേസിക് ഇലക്ട്രിക്കൽ അല്ലാത്ത കുട്ടികളാണെങ്കിൽ ഇൻട്രൊഡക്ഷൻ ടു ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലൊക്കെ പഠിക്കുന്ന ടോപ്പിക്കാണ്. സോ അതിൽ നിന്ന് നിങ്ങൾക്ക് KVL KCL മെഷ് അനാലിസിസ്, നോഡ് അനാലിസിസിനെ പറ്റി കുറച്ച് ഐഡിയ ഒക്കെ നമുക്ക് കിട്ടും. അതിനുശേഷം സർക്യൂട്ട് അനാലിസിസ് അല്ലെങ്കിൽ സർക്യൂട്ട് സിന്തസിസ് എന്ന് പറയുന്ന ടോപ്പിക്കുകൾ നിങ്ങൾ S3 S4 കാലഘട്ടത്തിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും എല്ലാ കുട്ടികളും, അല്ലെ? സോ ആ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ ട്രാൻസിഷൻ റെസ്പോൺസിനെ പറ്റിയും റെസൊണൻസിനെ പറ്റിയും പാസീവ് ഫിൽറ്റേഴ്സിനെ പറ്റിയും ദെൻ തെവനിൻസ് ആൻഡ് സൂപ്പർ പൊസിഷൻ കുറെ തിയറംസ് ഒക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. ദെൻ ടു പോർട്ട് നെറ്റ്വർക്ക് എനിക്ക് തോന്നുന്നു ഇലക്ട്രോണിക്സുകാർ ചിലപ്പോൾ എനിക്ക് അവർ പഠിച്ചിട്ടുണ്ടോന്ന് അറിയില്ല. ദെൻ ത്രീ ഫേസ് സർക്യൂട്ടിന്റെ ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. സോ ഇത്രയാണ് നിങ്ങൾക്ക് ബേസിക് ആയിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങൾ വരുന്നത്. അപ്പൊ ഇത് പഠിച്ചു തുടങ്ങുമ്പോൾ എപ്പോഴും നമ്മുടെ സിലബസ് നോക്കാതെ സിലബസിൽ നിന്ന് നിങ്ങൾ കുറച്ചും കൂടെ പുറകോട്ടൊന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. ദാറ്റ് മീൻസ് നിങ്ങൾ +1 +2 കാലഘട്ടത്തിൽ പഠിച്ച കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. എന്താണ് കറണ്ട്, എന്താണ് വോൾട്ടേജ്, എന്താണ് പവർ, എന്താണ് സിംഗിൾ ഫേസ്, എന്താണ് ത്രീ ഫേസ്, എന്താണ് ബേസിക് ആയിട്ട് മറ്റേ കുറച്ച് ലോസ് ഒക്കെ ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, കൊളംസ് ലോ പോലുള്ള കാര്യങ്ങൾ +1 +2 കാലഘട്ടത്തിൽ പഠിച്ച കാര്യങ്ങളൊക്കെ. അത് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് NCERTയുടെ ആപ്പ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. ആ ആപ്പിനകത്ത് +1 +2 കാലഘട്ടത്തിന്റെ ഒക്കെ ടെക്സ്റ്റ് ബുക്ക് ഒരുപക്ഷെ അവൈലബിൾ ആയിരിക്കും. അത് ഡൗൺലോഡ് ചെയ്ത് ജസ്റ്റ് നോക്കുക, ഇല്ലെങ്കിൽ ജസ്റ്റ് നെറ്റിൽ നോക്കിയാൽ പോലും പല PDF ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു പ്രീ റിക്വസ്റ്റ് ആയിട്ടുള്ള കുറെ കണ്ടന്റുകളൊക്കെ കാണും. ബേസിക് കറണ്ടിന്റെ ഡെഫിനിഷൻ, വോൾട്ടേജിന്റെ ഡെഫിനിഷൻ, ഇതിന്റെ എല്ലാ യൂണിറ്റുകൾ, കാര്യങ്ങളൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒരു 2 മണിക്കൂർ ഇരുന്നിട്ട് ജസ്റ്റ് ഒരു ബേസിക് ഐഡിയ ഉണ്ടാക്കുക. അതിനുശേഷം സിംഗിൾ ഫേസിലോട്ട് പോകുക, അല്ലെങ്കിൽ KVL KCL കാര്യങ്ങളിലോട്ടൊക്കെ നിങ്ങൾക്ക് പോകാൻ സാധിക്കും. ഓക്കെ, സോ ഫസ്റ്റ് ഡേയിൽ നിങ്ങൾക്ക് അങ്ങനെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും. അതിനുശേഷം നിങ്ങൾക്ക് നോഡ് അനാലിസിസ് പോലെയുള്ള അനാലിസിസ്, അത് പ്രോബ്ലമാറ്റിക് ആണ്. പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള കുറച്ച് കോൺസെപ്റ്റ് ആണ് ഈ നോഡ് അനാലിസിസ്, മെഷ് അനാലിസിസ് പോലുള്ള കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. ഞാൻ അതിനുശേഷം നേരെ ഈ ഒരു AC DC സർക്യൂട്ടുകളെ പറ്റി പഠിക്കുക. എങ്ങനെയാണ് ഇപ്പൊ അനാലിസിസിന് ശേഷം ഈ അനാലിസിസ് എന്നൊക്കെ പറയുന്ന ഐഡിയൽ കേസാണ് നമുക്ക് വരണേ. പക്ഷെ പ്രാക്ടിക്കൽ കേസിലോട്ട് വരുമ്പോൾ ഒരു സ്വിച്ച് ക്ലോസ് ചെയ്യുമ്പോൾ കറണ്ട് ഫ്ലോയെ പറ്റിയുള്ള ഒരു ഐഡിയൽ കേസ്, ഒരു പ്രാക്ടിക്കൽ കേസ് ആണ് നമുക്ക് ഈ ട്രാൻസിയന്റ് റെസ്പോൺസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ നിന്ന് പഠിക്കാൻ സാധിക്കുന്നത്. സോ അത് നമ്മുടെ ഈ ഒരു AE ലെവൽ നോക്കുവാണെങ്കിൽ ചോദിച്ച് കണ്ടിട്ടുണ്ട്, ഒബിയസ്ലി ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഫ്രീക്വന്റ് ആയിട്ട് ഞാൻ അധികം ചോദിച്ച് കണ്ടിട്ടില്ല ട്രാൻസിയന്റിൽ നിന്നുള്ള ചോദ്യങ്ങൾ. പക്ഷെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം, ഒരു പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. സോ നമുക്കൊരു കുറച്ച് ഡേയ്സ്, നമുക്കൊരു 2 days ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു ടോപ്പിക്ക് വേണ്ടി. ദെൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, നമ്മുടെ ഇപ്പൊ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന കുട്ടികൾക്കറിയാം, റെസൊണൻസ് ഒക്കെ നമുക്ക് ബേസിക് ഈ ഒരു ടോപ്പിക്ക് കഴിഞ്ഞു പോയതാണ്. റെസൊണൻസിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നമ്മൾ തൊട്ടുമ്പത്തെ ക്ലാസ്സിൽ ഇന്നിപ്പോ August 9th ആണ്, യെസ്റ്റർഡേ August 8th റെസൊണൻസ് നമ്മൾ പഠിച്ചതായിരുന്നു. അപ്പൊ അതിന് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് വരുന്നൊക്കെ നല്ല കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞത് ഡിസ്കസ് ചെയ്തതായിരുന്നു റെസൊണൻസ്. എല്ലാ ക്വസ്റ്റ്യൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിന്റെ PSCയുടെ ഒരു ചോദ്യ പേപ്പർ ഉണ്ടെങ്കിൽ അതിൽ റെസൊണൻസിന്റെ ചോദ്യം 100% ഷുവർ അതിൽ ഉണ്ടായിരിക്കും. 100% ഉറപ്പായിട്ടും റെസൊണൻസിന്റെ ചോദ്യം ഉണ്ടാകുന്നതാണ്. പാരലൽ റെസൊണൻസ് ഉണ്ട്, സീരീസ് റെസൊണൻസ് ഉണ്ട്. സോ ഒരു ഡേ കൃത്യമായിട്ട് കൊടുത്തത്, ഒന്നിൽ കൂടുതൽ കൊടുത്താലും തെറ്റൊന്നുമില്ല. സോ അത്രയും ശക്തമായിട്ട് നമ്മൾ പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ് റെസൊണൻസ് എന്ന് പറയുന്നത്. അതിനുശേഷം വരുന്നത് സർക്യൂട്ടിന്റെ ഫിൽറ്റേഴ്സ് ആൻഡ് ഐഡിയൽ ആൻഡ് വോൾട്ടേജ്. ഈ ഐഡിയൽ കറണ്ട് ആൻഡ് വോൾട്ടേജ് സോഴ്സസ് ഒക്കെ നമുക്ക് ബേസിക് ഇലക്ട്രിക്കലിന്റെ തൊട്ടുമ്പോൾ നമുക്ക് പ്രീ റിക്വസ്റ്റ് ആയിട്ട് വരുന്ന ടോപ്പിക്കൽ കവർ ചെയ്യുന്നതാണ്, കവർ ചെയ്തതാണ്. ദെൻ ഫിൽറ്റേഴ്സ്, ബേസിക് ആയിട്ടുള്ള കുറച്ച് ഫിൽറ്റേഴ്സിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാം, ഒരു ദിവസം നമുക്ക് സ്പെൻഡ് ചെയ്യാം. ദെൻ തിയറംസ്, ഇതിൽ തന്നെ നമുക്ക് 2 day കൊടുത്താൽ പോലും ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് തെവനിൻസ് ആൻഡ് നോർട്ടൺ ആൻഡ് മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം. നമ്മുടെ സിലബസിൽ 4 തിയറംസ് ആണ് പറഞ്ഞിരിക്കുന്നത് എങ്കിലും തെവനിൻ, നോർട്ടൺ ആൻഡ് മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം, ഈ 3 തിയറം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ നിന്ന് ഈ 3 നിന്ന് ഒരു തിയറത്തിൽ നിന്ന് 100% ഷുവർ ആണ് ചോദ്യം ഉണ്ടായിരിക്കും. അത് ഒരു AE ലെവലിൽ ചിന്തിക്കുകയാണെങ്കിൽ മാക്സിമം പവർ ട്രാൻസ്ഫർ ഒക്കെ ആയിരിക്കും മോസ്റ്റ് പ്രോബ്ലി ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. പക്ഷെ 3 വളരെ ഇമ്പോർട്ടന്റ് ആണ്, 3 പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ടോപ്പിക്കാണ് വരുന്നത്. സൂപ്പർ പൊസിഷൻ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, വേണമെങ്കിൽ അതിൽ നിന്ന് പ്രോബ്ലം ചോദിക്കാൻ സാധ്യതയില്ല. പക്ഷെ അതിന്റെ തിയറം എന്താണ്, അതിന്റെ കോൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, സോ
അത്യാവശ്യം നല്ല ഇമ്പോർട്ടൻസ് ഒരു 4 തിയറംസും 3 തിയറത്തിന്റെ പ്രോബ്ലംസും നോക്കി സൂപ്പർ പൊസിഷന്റെ കോൺസെപ്റ്റും കൂടെ മനസ്സിലാക്കി വെക്കുക. സോ അത്യാവശ്യം ഒരു 2-3 ദിവസം നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ദെൻ 2 പോർട്ട് നെറ്റ്വർക്ക്, അതും നമ്മൾ റീസെന്റ് ഒരു 2-3 ക്ലാസ്സസ് ബാക്കിൽ നമ്മൾ കവർ ചെയ്ത ടോപ്പിക്കാണ്. പ്രോബ്ലംസ് എക്സ്പെക്ട് ചെയ്യാം, കോൺസെപ്റ്റ് എക്സ്പെക്ട് ചെയ്യാം, ട്രാൻസ്ഫോർമേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതും നമുക്ക് ഒരു ദിവസം സ്പെൻഡ് ചെയ്ത് തന്നെ നമുക്കൊരു 6 പാരാമീറ്റേഴ്സ് ഒക്കെ നമുക്ക് വരുന്നതാണ് 2 പോർട്ട് നെറ്റ്വർക്സിൽ. 6 പാരാമീറ്റേഴ്സ് വരുന്നതാണ്. ഓരോ പാരാമീറ്റേഴ്സും എന്താണ്, ABCD വരുന്നുണ്ട്, ഇംപെഡൻസ് പാരാമീറ്റർ വരുന്നുണ്ട്, അഡ്മിറ്റൻസ് പാരാമീറ്റർ വരുന്നുണ്ട്, ഹൈബ്രിഡ് പാരാമീറ്റേഴ്സ് വരുന്നുണ്ട്. അങ്ങനെ ഒരു 6 പാരാമീറ്റേഴ്സ് വരുന്നതാണ്. അത് മ്യൂച്വലി എങ്ങനെയാണ് റിലേറ്റഡ് ആയിട്ടിരിക്കുന്നത്, അതിന്റെ ഓരോന്നിന്റെ പേരെന്താണ്, അതിന്റെ പ്രോബ്ലംസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ടതാണ്. സോ അത്യാവശ്യം ടൈം സ്പെൻഡ് ചെയ്യുക. ദെൻ 3 ഫേസ് സർക്യൂട്ട്സ് ആൻഡ് പവർ ഫാക്ടർ, അത് അത്ര ഇമ്പോർട്ടന്റ് ആണ് ഞാൻ പറയില്ല. കോൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക. അതിൽ നിന്ന് കൂടുതൽ ചോദ്യങ്ങൾ നമ്മൾ മെഷീൻസ് ഒക്കെ പഠിക്കുന്നതുകൊണ്ട് തന്നെ അതിൽ നിന്ന് അധികം ചോദ്യങ്ങൾ ഈ ഒരു പാർട്ടിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യേണ്ടതാണ് ഞാൻ പേഴ്സണലി പറയാം. ഓക്കെ, സോ നമ്മുടെ മോഡ്യൂൾ 1-ൽ 2 ടോപ്പിക് ആണെന്ന് ഞാൻ പറയുണ്ടായിരുന്നു അല്ലെ. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ബേസിക് ഇലക്ട്രിക്കൽ ആണ്, അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷൻ ടു ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന പാർട്ട് പ്ലസ് ഒരു S3 പഠിക്കുന്ന കുറച്ച് ടോപ്പിക്കുകൾ. അപ്പൊ ഈ ഒരു ടോപ്പിക്കിന് വേണ്ടി ഞാൻ എപ്പോഴും എല്ലാ ക്ലാസ്സിലും എല്ലാ വെബിനാറിലും എല്ലാ സ്റ്റുഡൻസിനോടും പറയുന്ന കാര്യമാണ്, ബേസിക്സിന് മാക്സിമം ടൈം കൊടുക്കുക, മാക്സിമം ടൈം ബേസിക്സിന് കൊടുക്കുക, അത് തറവാക്കുക. സപ്പോസ് ഈ ഒരു ടോപ്പിക്, ഈ ഒരു ബേസിക് നിങ്ങൾ ക്ലിയർ ആക്കുകയാണെങ്കിൽ മെഷീൻസ്, പവർ സിസ്റ്റം, പവർ ഇലക്ട്രോണിക്സ്, ഇൻസ്ട്രുമെന്റേഷൻ, ദെൻ അങ്ങനത്തെ ഈ ഒരു 4 സബ്ജക്റ്റിനും നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. കാരണം ആ ഒരു ബേസിക് ഐഡിയ ഉണ്ട്. കറണ്ട് എങ്ങനെ ഫ്ലോ ചെയ്യുന്നു, എങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യുന്നു, മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ എന്താണ്, അവിടെ എങ്ങനെ നമുക്കൊരു അനാലിസിസ് ചെയ്യാൻ പറ്റും, എങ്ങനെ KVL KCL പോലുള്ള തിയറംസ് അല്ലെങ്കിൽ ലോസ് അവിടെ അപ്ലൈ ചെയ്യാൻ സാധിക്കും എന്നൊക്കെയുള്ള കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ച് ഈസി ആയിട്ട് ഫീൽ ചെയ്യും. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് മോഡ്യൂൾ നിങ്ങൾ ശക്തമായിട്ട് സ്ട്രോങ് ബേസ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ബാക്കി മോഡ്യൂൾസിലോട്ട് പോവുക. ഓക്കെ, അതിപ്പം ഏത് ബ്രാഞ്ചുകാരാണെങ്കിലും ഫസ്റ്റ് മോഡ്യൂൾ സ്ട്രോങ് ആക്കി വെച്ചിട്ട് മാത്രമേ ബാക്കിയുള്ള കോൺസെപ്റ്റിലോട്ട് പോകാൻ സാധിക്കുള്ളൂ. അതർവൈസ് നിങ്ങളിപ്പോൾ മെഷീൻസ് എടുത്തിട്ട് നോക്കണം, അതിന്റെ ഈക്വലന്റ് ഡയഗ്രം നോക്കുമ്പോൾ കുറെ ഇൻഡക്ടേഴ്സ് ഇരിക്കുന്നു, റെസിസ്റ്റേഴ്സ് ഇരിക്കുന്നു, കറണ്ട് അങ്ങോട്ട് പോകുന്നു, കറണ്ട് ഇങ്ങോട്ട് പോകുന്നു, മാഗ്നറ്റിക് ഫീൽഡ് അങ്ങോട്ട് പോകുന്നു, മാഗ്നറ്റിക് ഫീൽഡ് തിരിച്ചു വരുന്നു, എഡ്ഡി കറണ്ട് അങ്ങനെയുണ്ട്, ഹിസ്റ്ററിസിസ് അങ്ങനെയുണ്ടെന്നൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, സ്വാഭാവികമായിട്ട് കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പൊ ആ ഒരു കൺഫ്യൂഷൻ ഒക്കെ മാറണമെന്നുണ്ടെങ്കിൽ ആ ഫസ്റ്റ് മോഡ്യൂള് ഓക്കെ ആക്കിയിട്ട് കുറച്ച് സമയം കൂടുതൽ എടുത്തോളൂ, കുഴപ്പമില്ല. ഞാനിപ്പോ ഫസ്റ്റ് പാർട്ടിന് കൊടുത്തിരിക്കുന്നത് ഇൻക്ലൂഡിംഗ് റിവിഷൻ ഒരു 10 days ആണ് കൊടുത്തിരിക്കുന്നത്. അത്രയൊന്നും വേണ്ടി വരില്ല, നിങ്ങൾക്ക് അത്യാവശ്യം ഐഡിയ ഉള്ള കുട്ടികളാണ് അല്ലെ. ഈവൻ നിങ്ങളുടെ ടച്ച് വിട്ടുപോയ കുട്ടികളാണെങ്കിൽ പോലും ഒരു 6 ദിവസം കൊണ്ടൊക്കെ കംപ്ലീറ്റ് ചെയ്യാനുള്ളൂ. പക്ഷെ മാക്സിമം കൊടുത്തിരിക്കുകയാണ്, മാക്സിമം 10 days എടുത്തുകൊണ്ട് ഡെയിലി. ഇപ്പോ ഞാൻ 24 hours അല്ലെങ്കിൽ ഒരു 8 hours 10 hours 12 hours ഒന്നും പഠിക്കുന്നത് ഞാൻ പറയുന്നില്ല. പക്ഷെ മാക്സിമം ഡെയിലി ഒരു 5 hours എങ്കിലും നിങ്ങൾക്ക് ഇപ്പൊ ജോലിയുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഒരു 4 hours അല്ലെങ്കിൽ ഒരു 5 hours എങ്കിലും നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളുടെ ടൈം മാനേജ് ചെയ്യാൻ ഒരു ഇപ്പം രാവിലെ പോസിബിൾ അല്ല, സപ്പോസ് പറ്റുകയാണെങ്കിൽ രാവിലെ 1 മണിക്കൂറോ അല്ലെങ്കിൽ ഈവനിങ്ങിൽ ഒരു 3 മണിക്കൂറോ 4 മണിക്കൂറോ ഒക്കെ നിങ്ങൾക്ക് അങ്ങനെ ഒരു ടൈം മാനേജ് ചെയ്യാൻ കഴിയുന്നവരാണെങ്കിൽ ചെയ്യുക. ഇല്ലെങ്കിൽ മിനിമം ഒരു 2 മണിക്കൂർ, മിനിമം അറ്റ്ലീസ്റ്റ് 2 മണിക്കൂർ എങ്കിലും നിങ്ങൾ ഒരു ദിവസം കണ്ടെത്താൻ ശ്രമിക്കണം. ഓക്കെ, നിങ്ങൾ ഒരിക്കലും വീക്കെൻഡ് ഇരുന്ന് പഠിക്കാനൊന്നും ചിന്തിക്കാതെ ഡെയിലി ഒരു 2 മണിക്കൂർ, ഇപ്പോൾ അസിസ്റ്റന്റ് പ്രൊഫസേഴ്സ് പഠിപ്പിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ കോളേജിൽ ഫ്രീ ടൈം കിട്ടുമ്പോൾ 1 മണിക്കൂർ നോക്കുക, അല്ലെങ്കിൽ ഈവനിങ്ങിൽ വന്നു കഴിഞ്ഞാൽ 2 മണിക്കൂർ നോക്കുക. ഒരു മിനിമം 2 മണിക്കൂർ എങ്കിലും നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യുന്ന രീതിയിൽ ഒന്ന് പ്ലാൻ ചെയ്യണം. സോ ഫസ്റ്റ് പാർട്ട് വരുന്നത് ഇത്രയാണ് വരുന്നത്. ദെൻ ആ ഫസ്റ്റ് മോഡ്യൂളിന്റെ തന്നെ സെക്കൻഡ് പാർട്ട് വരുന്നത് അത് ഇലക്ട്രോ മാഗ്നറ്റിക്സ് ആണ് വരുന്നത്. അതിൽ തന്നെ നമ്മൾ കൊളംസ് ലോ നമ്മൾ +1 +2 കാലഘട്ടത്തിലേക്ക് പഠിച്ചതാണ്. ദെൻ ഇലക്ട്രിക് ഫീൽഡിനെ പറ്റിയുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള ഡെഫിനിഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ദെൻ ഗോസസ് ലോ ആണ് നമുക്ക് ഒരുപാട് കാര്യങ്ങളിൽ അടിസ്ഥാനപരമായിട്ട് വരുന്ന കാര്യമാണ് ഈ ഗോസസ് ലോ എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ. അപ്പൊ ഇതിൽ തന്നെ ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യം, നമ്മുടെ ഇത്രയും കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഓക്കെ, ഇത്രയും കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആണ് വരുന്നത്. അപ്പൊ ഈ പോർഷൻ എന്ന് പറയുന്നത് മാഗ്നറ്റോസ്റ്റാറ്റിക്സ് ആണ്. പക്ഷെ നമ്മൾ ഈ ഇലക്ട്രോസ്റ്റാറ്റിക്സ് 3 ദിവസം എടുത്ത് വളരെ കൃത്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ അവിടെ എന്താണോ പഠിച്ചത് അതിന്റെ മറ്റൊരു വേർഷനാണ് നമുക്ക് മാഗ്നറ്റോസ്റ്റാറ്റിക്സ് പഠിക്കുന്നത്. കുളംസ് ലോ എന്താണോ പറയുന്നത് അതിന്റെ മറ്റൊരു വേർഷനാണ് ബയോ സവാർട്സ് ലോ.
ഇവിടെ ഗോസസ് ലോ എന്താണോ പറഞ്ഞത് അതിന്റെ മറ്റൊരു വേർഷനാണ് ആംബിയർ സർക്യൂട്ടൽ ലോ. അപ്പോൾ നമുക്ക് ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ അവിടെ ഒരു കപ്പാസിറ്റൻസിനെ പറ്റി പഠിക്കും, അതിന്റെ നേച്ചേഴ്സ് പഠിക്കും. അതുപോലെ തന്നെ ഇപ്പറ വരുമ്പോൾ ഇൻഡക്ടറിന്റെ കുറെ കാര്യങ്ങൾ നമ്മൾ പഠിക്കും. ഓക്കെ, ഇവിടെ EMF MM അങ്ങനത്തെ കുറെ EMF ഒക്കെ ആണെങ്കിൽ ഇപ്പറ MMFന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എപ്പോഴും ഇലക്ട്രോസ്റ്റാറ്റിക്സ് പക്കായായിട്ട് പഠിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഒരു 3 ദിവസം എടുത്ത് പഠിക്കുകയാണെങ്കിൽ തൊട്ട് മാഗ്നറ്റോസ്റ്റാറ്റിക്സ് സെക്കൻഡ് പോർഷൻ വരുമ്പോഴേക്കും നമുക്കൊരു 1 ദിവസം 1.5 ദിവസം കൊണ്ട് പകുതി ടൈം കൊണ്ട് നമുക്ക് തീർക്കാൻ സാധിക്കും. കാരണം ഇതിന്റെ മറ്റൊരു ഫോം ആണെന്ന് മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ, അപ്പൊ ഇലക്ട്രോസ്റ്റാറ്റിക്സ് സമയമെടുത്ത് തന്നെ ഈ പറഞ്ഞ പോലെ ബേസിക്സ് ഒരു പാർട്ടാണ്. സോ കുളംസ് ലോ ആൻഡ് വരുന്നുണ്ട്, അതിന് ഗോസ്സ് ലോ വരുന്നുണ്ട്, അതിന്റെ ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. ദെൻ അതിനകത്ത് കുറച്ച് കപ്പാസിറ്ററിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ ഒരു 3 ഡേയ്സോ 4 ഡേയ്സോ ഒക്കെ ശക്തമായിട്ട് പഠിക്കുക. അതിനുശേഷം നമുക്ക് നേരെ മാഗ്നറ്റോസ്റ്റാറ്റിക്സിലോട്ട് പോകാൻ സാധിക്കും. മാഗ്നറ്റോസ്റ്റാറ്റിക്സ് ബയോസാവാർട്സ് ലോ, അതിന്റെ ആപ്ലിക്കേഷൻ, ദെൻ ഇതിൽ തന്നെ മാക്സ്വെൽസിന്റെ ഒരു 4 ഇക്വേഷൻസ് വരുന്നുണ്ട്. ഈ പറയുന്ന ഗോസസ് ലോയിൽ നിന്നും ബയോസാവാർട്സ് ലോയിൽ നിന്നും ഈ പറയുന്ന ആംബിയസ് ലോയിൽ നിന്നൊക്കെയാണ് വരുന്നത്. അത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പക്ഷെ വേറൊരു മോഡ്യൂളിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ ഇതിന്റെ കൂടെ തന്നെ നമുക്ക് പഠിച്ചു പോകുന്ന കാര്യം വരുന്നുള്ളൂ. അതിനുശേഷം ഇൻഡക്ടൻസിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ, അതിന്റെ കുറച്ച് സെൽഫ് ഇൻഡക്ടൻസ്, മ്യൂച്വൽ ഇൻഡക്ടൻസ്, അതൊക്കെ ബേസിക്കലി നമ്മൾ പഠിക്കുന്നതാണ്. മാഗ്നറ്റിക് സർക്യൂട്ട്സിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒരു 5 ഡേയ്സ് കൊണ്ട് നമുക്ക് തീർക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. 5 ഡേയ്സ് എടുത്ത് തന്നെ തീർക്കണം എന്നാണ് ഞാൻ പേഴ്സണലി പറയുക. സോ 5 ഡേയ്സ് എടുത്തുകൊണ്ട് നിങ്ങൾ തീർക്കുക. മാഗ്നറ്റിക് നമുക്ക് ഇപ്പോൾ എഗെയിൻ പറയുകയാണ്, മെഷീൻസ് ഒക്കെ വരുമ്പോൾ മാഗ്നറ്റിക്സിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നത് ഒരു ഐഡിയ ഇട്ട്, എങ്ങനെയാണ് പ്രാക്ടിക്കലി ഒരു മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് അതിന്റെ അനാലിസിസ് ഒക്കെ ചെയ്യുന്നത് ഒരു ഐഡിയ കിട്ടുന്നതാണ്. 5 ഡേയ്സ് എടുത്ത് തന്നെ റിവൈസ് ചെയ്ത് തീർക്കുക. സോ ടോട്ടലി നമുക്ക് ഒരു 100 ഡേയ്സിൽ 10% നമ്മൾ നേരെ ബേസിക്സ് കൊടുക്കുകയാണ്. ഇനിയുള്ള കാര്യങ്ങൾ നമുക്ക് കുറച്ച് സ്പീഡിൽ പോയാലും നമുക്ക് പെട്ടെന്ന് ഫോളോ ചെയ്യാൻ സാധിക്കും. അതാണ് എന്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്. ഫസ്റ്റ് മോഡ്യൂൾ കുറച്ച് സമയം എടുത്ത് തന്നെ 10-15 ദിവസം എടുത്തുകൊണ്ട് തന്നെ റിവൈസ് ചെയ്ത്, ഞാനിപ്പോൾ 2 തവണ റിവിഷൻ കൊടുത്തിരിക്കുന്നത്. പക്ഷെ അതിൽ കൂടുതൽ നിങ്ങൾക്ക് സമയം കിട്ടുകയാണെങ്കിൽ ഒരു അഡീഷണൽ ഡേ കിട്ടുകയാണെങ്കിൽ റിവൈസ് ചെയ്യാം. ക്വസ്റ്റ്യൻസ് നോക്കുക. ക്വസ്റ്റ്യൻസ് ഏതൊക്കെ റെഫർ ചെയ്യുമ്പോൾ നമുക്കിനി നെക്സ്റ്റ് സ്ലൈഡ്സിലോട്ടൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞുതരാം. മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് റിവൈസ് ചെയ്യുക. നെക്സ്റ്റ് ടോപ്പിക്ക് വരുന്നത് നമുക്ക് ഏതാണ്? മെഷീൻസ് ആണ് വരുന്നത്. അപ്പൊ മെഷീൻസിന്റെ കേസ് നമ്മൾ അന്ന് ഡിസ്കസ് ചെയ്തപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മെഷീൻസ് എന്ന് പറഞ്ഞാൽ ഒരു കടൽ പോലെ കിടക്കുന്ന ഒരു സംഭവമാണ്. അതിൽ തന്നെ ആദ്യം ട്രാൻസ്ഫോമർ വരുന്നുണ്ട്, അതിനുശേഷം DC മെഷീൻസ് വരുന്നുണ്ട്. ഈ DC മെഷീൻസിൽ തന്നെ DC ജനറേറ്റർ ഉണ്ട്, മോട്ടർ ഉണ്ട്, ദെൻ AC മെഷീൻ ഉണ്ട്. AC മെഷീനിൽ ഈ പറയുന്ന പോലെ സിംഗ്രണസ് മെഷീൻ ഉണ്ട്, സിംഗ്രണസ് മെഷീൻ ഉണ്ട്. ഒരു വളരെ വലിയൊരു വാസ്റ്റ് ടോപ്പിക്കാണ് വരുന്നത്. അപ്പോ ഒരു PSCയുടെ ഒരു കാറ്റഗറി അനുസരിച്ച് ഒരു 12 മാർക്ക്, ഓക്കെ, ഒരു 12-13 മാർക്കൊക്കെ നമുക്ക് ഒരു മെഷീൻസിൽ നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്രയും വലിയൊരു ടോപ്പിക്കിൽ നിന്ന് 12 മാർക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ചോദിക്കാം. അപ്പം നമുക്ക് അതും ഈ പറയുന്ന പോലെ ഇനീഷ്യലി ട്രാൻസ്ഫോമറിൽ എപ്പോഴും നമ്മൾ ട്രാൻസ്ഫോമറിലാണല്ലോ തുടങ്ങുന്നത്. എനിക്കൊന്ന് ഇലക്ട്രോണിക്സ് കാര്യം പഠിച്ചിട്ടുണ്ടെന്നാണ് ചോദിച്ചത് മെഷീൻസ്. അപ്പോൾ അഗൈൻ സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമറിൽ തുടങ്ങി അതിന്റെ ഈക്വലന്റ് സർക്യൂട്ട്, അതിന്റെ ഫേസർ ഡയഗ്രം ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബേസിക്കലി ഫേസർ ഡയഗ്രം ഒക്കെ നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. ഈവൻ ഒരു ഫേസർ ഡയഗ്രം അല്ലാതെ നമുക്കൊരു പ്രോബ്ലമാറ്റിക് ആയിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഹെൽപ്പ് കിട്ടും. ഞാൻ ഫേസർ ഡയഗ്രത്തിനെ പറ്റി പഠിക്കുകയാണെങ്കിൽ എല്ലാ മെഷീൻസിനും, അതിപ്പോൾ ട്രാൻസ്ഫോമർ എന്നല്ല എല്ലാ മെഷീൻസിന്റെയും ഒരു ഫേസർ ഡയഗ്രത്തിനെ പറ്റി ഒരു ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോബ്ലംസും കോൺസെപ്റ്റ് ഒക്കെ ഒരുപാട് ട്രാക്ക് ചെയ്യാൻ സാധിക്കും. ദെൻ റെഗുലേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എഫിഷ്യൻസി അതിലും ഇമ്പോർട്ടന്റ് ആണ്. ടെസ്റ്റുകൾ അതും, അതായത് ചുരുക്കി പറഞ്ഞാൽ ആ ടോപ്പിക്കുകളെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. കാരണം എക്സാംസിന് ഇതൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ചോദിക്കാനാണ്. ടെസ്റ്റുകളും ഓരോ ട്രാൻസ്ഫോമർ, സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ ടെസ്റ്റുകൾ ഏതൊക്കെയാണ്, അത് എന്തൊക്കെയാണ് കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്നത്, ദെൻ വോൾട്ടേജ് റെഗുലേഷനെ പറ്റി ചോദിക്കാറുണ്ട്, എഫിഷ്യൻസിയുടെ പ്രോബ്ലംസ് ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എപ്പോഴും മാറിയും തിരിഞ്ഞൊക്കെ ചോദിക്കാറുള്ള കാര്യങ്ങൾ അതും ഈ ഒരു കാര്യം. ദെൻ 3 ഫേസ് ട്രാൻസ്ഫോമർ ബേസിക്കലി അത് വലിയ കാര്യമായിട്ടൊന്നും ഒരു ചോദ്യമൊക്കെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. അതും ഈ പറഞ്ഞതിന്റെ കുറച്ച് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കണക്ഷൻസ് ഒക്കെ വരുന്നുണ്ട്. അതൊക്കെ ചോദിക്കാൻ സാധ്യത, അത് കൂടുതൽ അതിനകത്ത് ചോദിക്കേണ്ട കാര്യമൊന്നും വരുന്നില്ല. ദെൻ പാരലൽ ഓപ്പറേഷൻ, അത് കുറച്ച് കണ്ടീഷൻ 3-4 കണ്ടീഷൻസ് ആണ് പാരലൽ ഓപ്പറേഷൻസ് ഒക്കെ വരുന്നത്. പക്ഷെ ഞാൻ എപ്പോഴും പറയുമ്പോൾ സിംഗിൾ ഫേസിൽ തന്നെ ഫോക്കസ് ചെയ്ത് പഠിക്കുക. ബാക്കി പഠിക്കേണ്ടതെന്നല്ല, ഫോക്കസ് ചെയ്ത് പഠിക്കുക. അതിൽ കുറച്ച്
ടൈം എടുക്കും. എനിക്ക് 2 അല്ല ഒരു 3 ഡേയ്സ് ഒക്കെ വേണ്ടി വരും നമുക്ക് ട്രാൻസ്ഫോമർ ഒക്കെ കവർ ചെയ്യാൻ വേണ്ടി. ദെൻ ഓട്ടോ ട്രാൻസ്ഫോമർ ഒരു ചോദ്യം ഉറപ്പായിരിക്കും. അതായത് ഒരു നോർമൽ ട്രാൻസ്ഫോമറിനെ 2 വൈൻഡിങ് ട്രാൻസ്ഫോമർ ആക്കുമ്പോൾ അതിന്റെ റേറ്റിംഗ് എന്താണ്? അതാണ് എപ്പോഴും അവന്മാർ ചോദിക്കുന്നത്. നമ്മുടെ എക്സാംസ് ടീംസ് ഒക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സാധനം. മെജോറിറ്റി ടൈംസിലും അതാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഓട്ടോ ട്രാൻസ്ഫോമർ അതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ യൂഷ്വലി നമ്മൾ ചോദിച്ച് കണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ് അതാണ് എപ്പോഴും PSCക്ക്. പിന്നെ അതിന്റെ കുറച്ച് കണ്ടക്റ്റീവ്ലി പാസ് ചെയ്ത എനർജി, ഇൻഡക്റ്റീവ്ലി പാസ് ചെയ്ത എനർജി എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊരു ദിവസം കൊണ്ട് തന്നെ തീർക്കാവുന്ന കാര്യമുള്ള ഓട്ടോ ട്രാൻസ്ഫോമർ. അത് ഒരൊറ്റ സിംഗിൾ ടോപ്പിക് ആയിട്ട് നമുക്ക് എപ്പോഴും കൺസിഡർ ചെയ്യാൻ സാധിക്കും. ഒരു 4-5 ദിവസം കൊണ്ട് നമുക്ക് തീർക്കാൻ പറ്റുന്നതാണ് നമുക്കൊരു ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. പക്ഷെ ഈ പറയുന്ന പോലെ തന്നെ ഇലക്ട്രിക്കൽ അല്ലാത്ത സ്റ്റുഡൻസിന് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും ആ ഒരു കോൺസെപ്റ്റ് കിട്ടാൻ വേണ്ടി. നമ്മുടെ ക്ലാസ്സസ് ഒക്കെ എത്തിക്കുക പ്രോപ്പർ ആയിട്ട് എപ്പോഴും പറയാറുള്ളത് തന്നെ റെക്കോർഡഡ് ക്ലാസ്സിലേക്ക് ഡിപ്പെൻഡ് ചെയ്യാതെ ഓൺലൈൻ ക്ലാസ് തന്നെ കയറുകയാണെങ്കിൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് ഈസി ആയിരിക്കും. ഈസി ഇൻ ദ സെൻസ് കുറച്ചുകൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും. സപ്പോസ് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഡൗട്ട് തോന്നി ഡയറക്റ്റ്ലി നമുക്ക് നമ്മുടെ ഫാക്കൽറ്റിയോടൊക്കെ ചോദിക്കാൻ ഒരു സ്കോപ്പ് ഉണ്ടല്ലോ. അപ്പൊ നിങ്ങൾക്ക് മാക്സിമം ഓൺലൈൻ ക്ലാസ്സിൽ തന്നെ കയറാൻ ട്രൈ ചെയ്യുക. ഓക്കെ, ഇപ്പൊ 4-5 ദിവസം കൊണ്ട് നമുക്കൊരു ഈ ഒരു ട്രാൻസ്ഫോമർ എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് നമുക്ക് കവർ ചെയ്യാൻ സാധിക്കും. അഗൈൻ ഗിവിംഗ് 1 day ഫോർ ദ റിവിഷൻ. എല്ലാ ടോപ്പിക്കും കഴിഞ്ഞതിന് ശേഷം മാക്സിമം ഒന്ന് റിവിഷൻ ഇൻ ദ സെൻസ് നമുക്കൊന്ന് റിലാക്സ് ചെയ്യാനും മൈൻഡിൽ ഒന്ന് കാം ചെയ്യാനും ഒന്ന് പൊടി തട്ടാനാണ് ബേസിക്കലി റിവിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ അതിനുശേഷം നമുക്ക് നേരെ മെഷീൻസ് എന്ന് പറയുന്ന ഇത് ഒരു സ്റ്റാറ്റിക് ആയിരുന്നു, ഒരു മൂവിംഗ് പാർട്ട് ഒന്നുമല്ല. ഇനി ഒരു മൂവിംഗ് മെഷീൻ, റൊട്ടേറ്റിംഗ് മെഷീൻസിലോട്ട് പോകാം. DC മെഷീൻ ഉണ്ട്, അതിന്റെ ടൈപ്പുകൾ വരുന്നുണ്ട്, അതിന്റെ ബൈൻഡിങ് ഡീറ്റെയിൽസ് വരുന്നുണ്ട്, അതിൽ തന്നെ ജനറേറ്റർ വരുന്നുണ്ട്, മോട്ടോർ വരുന്നുണ്ട്, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതിന്റെ കുറെ ഗ്രാഫുകൾ, അതിന്റെ കുറെ പെർഫോമൻസ്, സ്റ്റാർട്ടിംഗ് മെത്തേഡ്സ് എന്നൊക്കെ പറഞ്ഞ് വളരെ വാസ്റ്റ് ആയിട്ടുള്ളതാണ്. നമുക്കിവിടെ 6 ക്ലാസ്സസ് ആണ് നമ്മൾ ഞാൻ പേഴ്സണലി കൊടുത്തിരിക്കുന്നത്. പക്ഷെ അതൊന്നും പോരാതെ വരും. അതിൽ കൂടുതൽ തന്നെയാണ് വേണ്ടി വരിക. കാരണം അത് മനസ്സിലാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ നോൺ ഇലക്ട്രിക്കൽ ആയിട്ടുള്ള സ്റ്റുഡൻസിനെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. കുറച്ച് ടൈം എടുത്താലാണ് മനസ്സിലാക്കുന്നത്. കാരണം അത് കുറച്ച് മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്, കോൺസെപ്റ്റ് പരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിനുശേഷം നമ്മൾ നേരെ മോട്ടോഴ്സ്, ഇൻഡക്ഷൻ മോട്ടോഴ്സ് എന്ന് പറയുന്ന അസിൻക്രോണസ് മോട്ടോഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിലേക്ക് പോവാണ്. അത് ബേസിക്കലി പ്രോബ്ലമാറ്റിക് ആയിരിക്കും. എപ്പോഴും ചോദിച്ചു കണ്ടിരിക്കുന്ന പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോഴ്സ് ഉണ്ട്, 3 ഫേസ് ഉണ്ട്, സിംഗിൾ ഫേസും ഉണ്ട്. അപ്പൊ അതും അതിനകത്ത് കുറച്ച് ക്ലാസിഫിക്കേഷൻസ് വരുന്നുണ്ട്. അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെയാണ് പഠിക്കാനുള്ളത്. പ്രോബ്ലംസ് അല്ല, അതിനകത്ത് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പഠിക്കാനുള്ളത്. അപ്പോൾ അത് ഒരു 2-3 ദിവസം കൊണ്ട് തന്നെ തീർക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് നമ്മുടെ ഇൻഡക്ഷൻ മെഷീൻ എന്ന് പറയുന്ന ടോപ്പിക്കുകൾ. അപ്പോൾ അത്യാവശ്യം അത് നിങ്ങളുടെ അറിവനുസരിച്ചിട്ട്, നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ചെയ്യാം. അപ്പോൾ 3 ഫേസ് ഇൻഡക്ഷൻ മെഷീൻ വരുന്നുണ്ട്. ദെൻ ഒരു 1 day നിങ്ങളൊന്ന് റിവിഷനേക്കാൾ ഉപരി ഒരു റെസ്റ്റ് എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇത്രയും പഠിച്ച് നിങ്ങളുടെ തലയൊക്കെ പെരുത്തിരിക്കുന്നത് ജസ്റ്റ് ഔട്ടിങ്ങിനൊക്കെ ഒരു സിനിമ കാണുകയോ അങ്ങനെ ചെയ്യുന്ന റെസ്റ്റ് എടുക്കുക. ബേസിക്കലി പറ്റുവാണെങ്കിൽ റിവിഷൻ ചെയ്യുക, ഒന്ന് റെസ്റ്റ് എടുക്കുക. ദെൻ അഗെയിൻ വി ആർ മൂവിങ് ബാക്ക് ടു മെഷീൻ. നമുക്ക് സിംഗ്ലസ് മെഷീൻ അല്ലെങ്കിൽ ഓൾട്ടർനേറ്റർ എന്ന് പറയുന്ന ഒരു ടോപ്പിക് വരുന്നുണ്ട്. നമ്മൾ ട്രാൻസ്ഫോമറിൽ പറഞ്ഞ പോലെ തന്നെ പെർഫോമൻസ് ഉണ്ട്, റെഗുലേഷൻ ഉണ്ട്, എഫിഷ്യൻസി ഉണ്ട്, ദെൻ അതിന്റെ കൺസ്ട്രക്ഷൻ ഉണ്ട്, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ 2-3 ദിവസം ഇരുന്ന് അതൊന്നും പോരാതെ വരും. പക്ഷെ ഒരു 3 ദിവസമൊക്കെ ഇരുന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്നാൽ മാത്രമേ ക്ലാസ്സസ് കണ്ട് റെഫർ ചെയ്ത് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് സിംഗ്രോണസ് മെഷീനൊക്കെ നമുക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ദെൻ സെർവോ മോട്ടോർ, സ്റ്റെപ്പർ മോട്ടോർ അത് ഇമ്പോർട്ടന്റ് ആണോ എന്ന് ചോദിച്ചാൽ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ച് കണ്ടിട്ടില്ലെങ്കിൽ പോലും ചോദിച്ചിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ എപ്പോഴും നിങ്ങൾ ഈ പറയുന്ന പോലെ സിംഗ്ലസ് മെഷീൻ, ഇൻഡക്ഷൻ മെഷീൻ, 3 ഫേസ് ഇൻഡക്ഷൻ മെഷീൻ, സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മെഷീൻ, DC ജനറേറ്റർ, DC മോട്ടർ ആൻഡ് ട്രാൻസ്ഫോമർ, ഇത്രയും കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുക. ബാക്കിയെല്ലാം നമുക്ക് ഇത് പഠിച്ചു കഴിഞ്ഞാൽ ബാക്കി ഓട്ടോമാറ്റിക്കലി നമ്മുടെ മനസ്സിലോട്ട് വന്നോളൂ. സെർവോ മോട്ടർ എന്താണ്, സ്റ്റെപ്പർ മോട്ടർ എന്താണ്, ഓട്ടോമാറ്റിക്കലി നമുക്ക് റിലക്ടൻസ് മോട്ടർ ഉണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു മണിക്കൂർ കൊണ്ട് തീർക്കാൻ പറ്റുന്ന ടോപ്പിക്കുകൾ മാത്രമേ ഉള്ളൂ. പക്ഷെ ബാക്കിയുള്ള ടോപ്പിക്കുകൾ നമ്മളിവിടെ ആക്ച്വലി കൊടുത്തിരിക്കുന്നത് 3, 2, 5, 4, 9, 9, 16, 15 2 ആഴ്ചയോളം നമ്മൾ മെഷീൻസിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കാരണം അത്രയും ഇമ്പോർട്ടന്റ് ആണ്.
ഒരു മേജർ ഷെയർ അതിൽ നിന്ന് വരാൻ തന്നെ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അത്രയും ദിവസം നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഓക്കെ. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത്, നെക്സ്റ്റ് നമ്മുടെ തേർഡ് മോഡ്യൂൾ എന്ന് പറയുന്നത് പവർ സിസ്റ്റം ആണ്. എനിക്ക് തോന്നുന്നു ഇലക്ട്രോണിക്സ് ഫിസിക്സ് ആയിരുന്നു പഠിക്കാത്തൊരു ടോപ്പിക് ആയിരിക്കും ഈ ഒരു പവർ സിസ്റ്റം എന്ന് പറയുന്നത്. അത് മെഷീൻസിൽ എന്താണ് ഒരു കടൽ എന്ന് പറഞ്ഞാൽ ഇതൊരു സമുദ്രമായിരിക്കും നമ്മുടെ ഈ ഒരു പവർ സിസ്റ്റം എന്ന് പറയുന്നത്. അതിങ്ങനെ കടക്കുകയാണ്. എവിടെ പഠിച്ചാലും തീരാതെ വരുന്ന ടോപ്പിക്കാണ് പവർ സിസ്റ്റം എന്ന് പറയുന്നത്. അത് പക്ഷെ എനിക്കൊന്ന് നമ്മൾ ബേസിക് ഫസ്റ്റ് ഇയറിൽ പഠിക്കണ്ടായിരിക്കും. ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് പവർ ജനറേഷൻ, നമ്മുടെ ഹൈഡ്രോ അങ്ങനത്തെ കുറെ കാര്യമില്ല, തെർമൽ, കോള്, അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെയാണ് ബേസിക്കലി ഫസ്റ്റ് ടോപ്പിക് വരുന്നത്. അതിനുശേഷം ജനറേഷൻ കഴിഞ്ഞു. ജനറേഷൻ നമുക്ക് 3 പാർട്ടായിട്ട് നമുക്ക് പവർ സിസ്റ്റം തിരിക്കാൻ സാധിക്കും. ഒന്ന് ജനറേഷൻ, ട്രാൻസ്മിഷൻ, ഡിസ്ട്രിബ്യൂഷൻ. ഒന്ന് ജനറേഷൻ എന്ന് പറയുന്നത് നമ്മൾ കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നു. ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് ഉൽപ്പാദിപ്പിച്ചതിന് ശേഷം കൺസ്യൂമറിലേക്ക് എത്തിക്കുന്നതാണ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. ദെൻ നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന നമ്മുടെ അടുത്തുള്ള നമ്മുടെ സബ്സ്റ്റേഷനിൽ നിന്ന് നമുക്ക് കറണ്ട് കിട്ടുന്നത്, അതാണ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഓരോ സ്ഥലത്തിലും ഓരോ രീതിയിൽ നമുക്ക് പഠിക്കാനുണ്ട്. പവർ ജനറേഷനിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ്, അത് എപ്പോഴും തിയറി ബേസ്ഡ് ആയിരിക്കും വരിക. ട്രാൻസ്മിഷൻ ലൈൻ നെക്സ്റ്റ് വരുന്ന ട്രാൻസ്മിഷൻ സെക്ഷനിലേക്ക് വരുമ്പോഴേക്കും ട്രാൻസ്മിഷൻ ലൈനിന്റെ പെർഫോമൻസ് എങ്ങനെയാണ്, അതെങ്ങനെയാണ് അതിന്റെ RLC കോമ്പിനേഷൻ ഒക്കെ എങ്ങനെയാണ്, അതിന്റെ പെർഫോമൻസ് എങ്ങനെയാണ്, പിന്നെ അതിനകത്ത് ലോസസ് ഉണ്ട്, കൊറോണ ലോസ് അത് ഇത് എന്നൊക്കെ പറഞ്ഞ കുറച്ച് ലോസസ് ഒക്കെ ഉണ്ട്. പിന്നെ അതിന്റെ കുറച്ച് അനാലിസിസും കാര്യം, ഷോർട്ട് ലൈൻ ഉണ്ട്, ലോങ് ലൈൻ ഉണ്ട്, മീഡിയം ലൈൻ ഉണ്ട്. പിന്നെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ട്രാൻസ്മിഷനിൽ കുറച്ചധികം കാര്യങ്ങൾ തന്നെ നമുക്ക് അതിനകത്ത് പഠിക്കാനുണ്ട്. അതിനുശേഷം നേരെ ഡിസ്ട്രിബ്യൂഷനിലോട്ട് വരും. ഡിസ്ട്രിബ്യൂഷൻ വരുമ്പോഴേക്കും പെർ യൂണിറ്റ് ആയിട്ടുള്ള കുറച്ച് തിയറിറ്റിക്കൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ലോഡ് ഫ്ലോ എന്ന് പറയുന്ന ടോപ്പിക് വരുന്നുണ്ട്. അത് തന്നെ ഫോൾട്ട് അനാലിസിസ് എന്ന് പറയുന്ന ടോപ്പിക്, അത് എവിടെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഇവിടെ വരുന്നുണ്ട്. അങ്ങനെയുള്ള കുറച്ച്, പിന്നെ എക്കണോമിക്കലി ആസ്പെക്ട് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, പിന്നെ കുറച്ച് ഈ സിമെട്രിക്കൽ കമ്പോണന്റ് എന്നൊക്കെ പറയുന്ന കുറച്ച് കമ്പോണൻസിനൊക്കെ വെച്ചിട്ട് കുറച്ച് അനാലിസിസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നത്. ബേസിക്കലി അനാലിസിസ് വരുന്നത് ഈ ഒരു തേർഡ് ടോപ്പിക്കിലായിരിക്കും നമ്മുടെ സിസ്റ്റം അനാലിസിസ് ഒക്കെ വരുന്നത്. അത് കുറെ ടെർമിനോളജീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ കുറെ സമയം എടുത്താലേ നമുക്ക് പഠിക്കാൻ സാധിക്കത്തുള്ളൂ. അതിനുശേഷമാണ് ഫോൾട്ട് അനാലിസിസ് എന്ന് പറയുന്ന ഒരു ബിഗ് ടോപ്പിക് വരുന്നത്. ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ബിഗ് ടോപ്പിക് ഫോൾട്ട് അനാലിസിസ് എന്ന ടോപ്പിക് വരുന്നുണ്ട്. അത് ഇൻഡെപ്തിലോട്ട് പഠിക്കേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കി വെക്കുക. ഒരിക്കലും ഒരു അതിന്റെ അകത്തോട്ട് കയറി കൂടുതൽ ഡീറ്റെയിലോട്ട് പഠിക്കാൻ പോകാതെ അതിന്റെ ബേസിക് ആയിട്ടുള്ള പെറിഫറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ മാത്രം പഠിക്കാൻ ട്രൈ ചെയ്യുക. അതിനുശേഷം കുറെ പ്രൊട്ടക്ഷൻ മെത്തേഡ്സ്, ഈ റിലേ, സർക്യൂട്ട് ബ്രേക്കേഴ്സ് പോലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അത് തിയററ്റിക്കലാണ്. അത് തിയററ്റിക്കലിൽ നിങ്ങൾക്ക് 1-2 ദിവസം കൊണ്ട് ഇരുന്ന് വായിച്ച് പഠിക്കാനുള്ള കുറച്ച് കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത്. അതും റിലേറ്റീവ്ലി ചോദിച്ച് കാണാറുള്ള ടോപ്പിക്കാണ് ഈ പ്രൊട്ടക്ഷൻ മെത്തേഡ്സും കാര്യങ്ങളൊക്കെ. അതിനുശേഷം ഒരു സ്റ്റെബിലിറ്റി എന്ന് പറയുന്ന ടോപ്പിക് വരുന്നത്, അതും ഒരു തിയററ്റിക്കൽ ആയിട്ടുള്ള കാര്യമാണ് വരുന്നത്. പിന്നെ HVDC ട്രാൻസ്മിഷൻ, DC ട്രാൻസ്മിഷൻ ഫാക്ടുകളൊക്കെ, അത് ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ച് കാണാറില്ല. ചില എക്സാംസിലൊക്കെ ചോദിക്കാറുണ്ട് HVDCയുടെ കാര്യങ്ങൾ, ഫാക്ടിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോ ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഈ ഒരു ഓക്കെ, ഇത്രയും നമുക്ക് 5, 5, 4, 9, 9, 5, 14, എഗെയിൻ ഒരു 14 days 2 വീക്സോളം നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതും പക്ഷെ ഈ 2 വീക്സ് നമ്മൾ കുത്തിയിരുന്ന് അത്യാവശ്യം ടൈം എടുത്ത് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ഈ പവർ സിസ്റ്റം എന്ന് പറയുന്നത്. എസ്പെഷ്യലി നോൺ ഇലക്ട്രിക്കൽ ആയിട്ടുള്ള സ്റ്റുഡൻസിന് വേണ്ടി നമ്മൾ പറയുകയാണ്. അത്യാവശ്യം ടൈം എടുത്ത് തന്നെ പഠിക്കണം. എഗെയിൻ ഒരു 10+ മാർക്ക് ചോദിക്കുന്ന മേജർ ഷെയർ വരുന്ന ഒരു ടോപ്പിക് തന്നെയായിരിക്കും പവർ സിസ്റ്റം എന്ന് പറയുന്നത്. യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ അല്ല എന്നുണ്ടെങ്കിൽ, മാർക്കിന്റെ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ അല്ല, യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ അതൊരു റെഡിക്കുലസ് ഡിസിഷൻ ആണെന്ന് ഞാൻ പറയുള്ളൂ. പക്ഷേ മോർ ദാൻ 10 മാർക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്കാണ് ഈ പറയുന്ന നമ്മുടെ മെഷീൻസ് ആണെങ്കിലും ശരി, നമ്മുടെ പവർ സിസ്റ്റം ആണെങ്കിലും ശരി. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇരുന്ന് പഠിക്കണം. മാക്സിമം തുടക്കത്തിൽ തന്നെ കവർ ചെയ്യാൻ നോക്കുക, അവസാനത്തിന് വെക്കാതെ തുടക്കത്തിൽ തന്നെ കവർ ചെയ്യാൻ നോക്കുക ഈ 2 ടോപ്പിക്കുകളും. ദെൻ അത്യാവശ്യം ഒരു 2-3 തവണ ഒരു ഗ്യാപ്പിൽ നിങ്ങൾ റിവൈസും കൂടെ ചെയ്യണം. ചിലപ്പോൾ നിങ്ങൾ ആ സ്റ്റെബിലിറ്റി അനാലിസിസോ അല്ലെങ്കിൽ HVDC ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ പണ്ട് പഠിച്ച ആ പവർ സിസ്റ്റത്തിന്റെ അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ ലൈനിന്റെ പാരാമീറ്റേഴ്സ് ഒക്കെ ഒബ്വിയസ്ലി നിങ്ങൾ മറന്നു പോകും. അത് മറന്നു പോകാതിരിക്കാൻ വേണ്ടി റിവൈസ് ചെയ്യുക. 1-2 ദിവസം നിങ്ങൾ റിവിഷന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുക. ദെൻ ഇതിന്റെ കൂടെ തന്നെ ഈ ഒരു പവർ സിസ്റ്റത്തിന്റെ കൂടെ തന്നെയാണ് നമുക്ക് PSC നിങ്ങൾക്ക് ലാസ്റ്റ് ടൈം കൺട്രോൾ സിസ്റ്റം കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു.
അത് എനിക്കൊന്ന് ഇലക്ട്രോണിക്സ് പഠിച്ചിട്ടുള്ള ടോപ്പിക്കാണ് കൺട്രോൾ സിസ്റ്റം. ബേസിക്കലി അതിന്റെ ഫീഡ്ബാക്ക് സിസ്റ്റം ഉണ്ട്, ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഉണ്ട്, മേസൺസ് ഗെയിൻ ഫോർമുലയൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള ഒരു വേട്ടമൃഗമാണ് നമ്മുടെ മേസൺസ് ഗെയിൻ ഫോർമുലയൊക്കെ. ബ്ലോക്ക് ഡയഗ്രാം റിഡക്ഷൻ വരാറുണ്ട്. അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾക്ക് 1-2 ദിവസം പ്രൊവൈഡ് ചെയ്തതിന് ശേഷമാണ് നമ്മുടെ ഈ സ്റ്റഡി സ്റ്റേറ്റ് എറർ എന്ന് പറയുന്ന സ്റ്റെബിലിറ്റി അനാലിസിസ്, റൂട്ട് ഹർവിറ്റ്സ് ക്രൈറ്റീരിയ, ദെൻ പ്ലോട്ടുകൾ, നമുക്ക് ഫ്രീക്വൻസി ഡൊമൈനുണ്ട്, അല്ലാത്ത ദെൻ ടൈം ഡൊമൈൻ ഉണ്ട്, അങ്ങനത്തെ കുറച്ച് പ്ലോട്ടുകളും കാര്യങ്ങളൊക്കെ വരുന്നത്, ബോർഡേ പ്ലോട്ട്, റൂട്ട് പ്ലോക്കി പോലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അതിന്റെ ബേസിക് ആയിട്ടുള്ള, നമുക്ക് എന്തായാലും അത് വരയ്ക്കാനൊന്നും ചോദിക്കത്തില്ലല്ലോ. ഒരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ തന്നിട്ട് ആ ട്രാൻസ്ഫർ ഫംഗ്ഷനെ ബേസ് ചെയ്തിട്ട് അതിന്റെ റൂട്ട് ലോക്കസ് എങ്ങനെയാണ് വരയ്ക്കുക, ബോർഡർ പ്ലോട്ട് എങ്ങനെയാണ് വരയ്ക്കുക, അല്ലെങ്കിൽ ഏതാണ് ഫ്രീക്വൻസി ഡൊമൈൻ അനാലിസിസ്, ഏതാണ് ടൈം ഡൊമൈൻ അനാലിസിസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അത്യാവശ്യം പഠിച്ചു വെക്കുക. ഈ ട്രാൻസ്ഫർ ഫംഗ്ഷനെ റിലേറ്റ് ചെയ്തിട്ടുള്ള അതിന്റെ റിഡക്ഷൻ അല്ലെങ്കിൽ ഈ ബ്ലോക്ക് റിഡക്ഷൻ ഒക്കെ കുറച്ച് നാള് PSCക്ക് ചോദിച്ച് കാണാറുള്ള കാര്യം. അതുപോലെ തന്നെ ഈ റൂട്ട് ഹർവിറ്റ്സിന്റെ ഒക്കെ അനാലിസിസ് ഫ്രീക്വന്റ് ആയിട്ട് നമ്മൾ ചോദിച്ച് കാണാറുള്ള ടോപ്പിക്കാണ്. സോ അത്യാവശ്യം ഇലക്ട്രോണിക്സുകാർക്കും പെട്ടെന്ന് തീർക്കാൻ പറ്റുന്ന ടോപ്പിക് ആയിരിക്കും കൺട്രോൾ സിസ്റ്റം എന്ന് പറയുന്നത്. ദെൻ ലാഗ് കോമ്പൻസേറ്റേഴ്സ് ഉണ്ട്, അതിനകത്ത് തന്നെ ലാഗ് ഉണ്ട്, ലീഡ് ഉണ്ട്, ലാഗ് ലീഡ് ഉണ്ട്. അപ്പൊ ലാഗ് ലീഡ് കോമ്പൻസേറ്റേഴ്സിനെയും നിങ്ങൾ ഒന്നോ രണ്ടോ ദിവസമൊക്കെ എടുത്തിരുന്ന് നിങ്ങൾക്ക് ഒന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. അതൊക്കെ എനിക്ക് തോന്നുന്നു കുറച്ച് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ടോപ്പിക് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനുശേഷം നമ്മൾ നേരെ സ്റ്റേറ്റ് സ്പേസ് മോഡലിലോട്ടൊക്കെ പോകുന്നുണ്ട്. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് കൺട്രോളബിലിറ്റി, ഒബ്സർവബിലിറ്റി. അത് അത് ഈ പറയുന്ന പോലെ തന്നെ എപ്പോഴും ചോദിക്കാവുന്നതാണ്. പ്രോബ്ലംസ് ആണ്. ഒരു ഇത് തന്നിട്ട് അത് കൺട്രോളബിൾ ആണോ, ഒരു ഫംഗ്ഷൻ തന്നിട്ട് അത് കൺട്രോളബിൾ ആണോ, ഒബ്സർവബിൾ ആണോ എന്നുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അൺകൺട്രോളബിൾ ആണോ. കാരണം ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ്. ബിക്കോസ് PSCക്ക് ചോദിച്ചിട്ടുള്ളതാണ്. നമുക്ക് പ്രീവിയസ് ഇലക്ട്രിക്കലിന്റെ അല്ലെങ്കിൽ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് പേപ്പർ ഒക്കെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് തന്നിട്ട് അത് കൺട്രോളബിൾ ആണോ, ഒബ്സർവബിൾ ആണോ എന്നുള്ള കേസസ് ഒക്കെ സ്റ്റേറ്റ് സ്പേസ് വന്നിട്ട് മോഡൽ വന്നിട്ട് അത് അങ്ങനെയാണോ എന്നൊക്കെ ഡയറക്റ്റ്ലി ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊരിക്കലും നമുക്ക് 5 സെക്കൻഡ് കൊണ്ടോ അല്ലെങ്കിൽ 10 സെക്കൻഡ് കൊണ്ടോ ചെയ്യാൻ സാധിക്കില്ല. ഒരു മിനിറ്റ് എങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു 45 സെക്കൻഡോ 60 സെക്കൻഡോ എടുത്താൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് നമുക്കിന്ന് എഴുതി അനാലിസ് ചെയ്ത് ഇറ്റ്സ് കൺട്രോളബിൾ അല്ലെങ്കിൽ നോൺ കൺട്രോളബിൾ എന്ന് നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ, അല്ലെ? അപ്പൊ ഒരു പ്രോബ്ലം മാക്സിമം ഒബ്സർവബിലിറ്റിയെ പറ്റിയും കൺട്രോളബിലിറ്റിയെ പറ്റിയുള്ള പ്രോബ്ലംസ് ചെയ്ത് നിങ്ങൾക്കൊരു തഴക്കം വരുന്ന ഒരു രീതിയിലോട്ട് നിങ്ങൾ മാക്സിമം എത്തിക്കാൻ ശ്രമിക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് സ്പേസ് മോഡൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓക്കെ ഇന്ന സാധനമാണ് ഇരിക്കുന്നത്, ഇന്ന രീതിയിലാണ് പോകേണ്ടത്, പെട്ടെന്ന് തന്നെ ABC ഒക്കെ എഴുതി അങ്ങനത്തെ ഒരു ഈസിനെസ്സിലോട്ട് എത്തണമെങ്കിൽ മാക്സിമം പ്രോബ്ലംസ് ചെയ്താൽ മാത്രമേ സാധിക്കത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഈ ഒരു കൺട്രോൾ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു 4-5-6 ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് പഠിച്ച് തീർത്ത് റിവൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. എനിക്കൊന്ന് പവർ സിസ്റ്റത്തിന്റെ കൂടെ തന്നെയാണ് വരുന്നത്. സോ വി ക്യാൻ എക്സ്പെക്ട് ഒരു 2 to 3 മാർക്സ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. അത്രയും ഒരു എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. പറയാൻ പറ്റില്ല, PSCയുടെ കാര്യമാണ്. മേ ബി അതിൽ കൂടുതലും ചോദിക്കാം. ഒരു 3 ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ 3 to 4 ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം കൺട്രോൾ സിസ്റ്റത്തിൽ നിന്ന്. അതിനുശേഷം വരുന്നതാണ് നമുക്ക് ഫോർത്ത് മോഡൽ എന്ന് പറയുന്ന നമ്മുടെ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് മെഷർമെന്റ്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് നമുക്ക് വരുന്നത്. അതിനകത്ത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻസ്ട്രുമെന്റ്സിനെ പറ്റി നമുക്ക് പഠിക്കണം. മൂവിങ് ആൻഡ് ഉണ്ട്, മൂവിങ് കോയിൽ ഉണ്ട്, വാട്ട് മീറ്റർ ടൈപ്പ് ഉണ്ട്, ഡൈനാമോമീറ്റർ ടൈപ്പ് ഉണ്ട്, വോൾട്ട്മീറ്റർ, അമ്മീറ്റർ, അത് ഇത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് മീറ്റേഴ്സ്, അതിന്റെ വർക്കിംഗ്, അതിന്റെ ക്ലാസിഫിക്കേഷൻ, അതിന്റെ ഡാമ്പിങ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, ടോർക്കുകളെ പറ്റിയുള്ള കാര്യങ്ങൾ, അത്രയും കുറച്ച് കാര്യങ്ങളെ കുറിച്ച് ബേസിക്കലി ഇതിലൊന്നും പ്രോബ്ലംസ് അത്. പക്ഷെ ആ പ്രോബ്ലംസ് ഒക്കെ നമുക്ക് കോൺസെപ്റ്റ് ഉണ്ടെങ്കിൽ, നമുക്ക് ഇക്വേഷൻസ് കാണാതെ പഠിക്കുന്നതിനേക്കാൾ ഉപരി ഇതിനെപ്പറ്റിയൊക്കെ ഒരു കോൺസെപ്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ എഴുതാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് ഈ പറയുന്ന മെഷർമെന്റ്സിന്റെ ടോപ്പിക് എന്ന് പറയുന്നത്. പക്ഷെ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് എല്ലാ എക്സാമിനും ചോദിക്കുന്നതാണ് CRO എന്ന് പറയുന്ന ടോപ്പിക്കിനെ പറ്റി, ലെസാജസ് പാറ്റേൺ. അത് ഓൾമോസ്റ്റ് രണ്ടെണ്ണം നമുക്ക് എപ്പോഴും പറയാൻ സാധിക്കും. ഒന്ന് 2 വാട്ട് മീറ്റർ മെത്തേഡും ലെസാജസ് പാറ്റേണും, CRO. ഈ രണ്ട് ടോപ്പിക്കിൽ നിന്നും ഷുവറാണ് ചോദ്യം ഉണ്ടാവും. അതിപ്പോ ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും ലെസാജസ് പാറ്റേൺ അല്ലെങ്കിൽ CROനെ പറ്റി ഒരു ചോദ്യവും 2 വാട്ട് മീറ്റർ മെത്തേഡിനെ പറ്റി ഒരു ചോദ്യം. ആ 2 വാട്ട് മീറ്റർ മെത്തേഡ് ഒക്കെ നിങ്ങൾക്ക് ഒരു പക്ഷെ അറിയാവുന്നതായിരിക്കും. ഒരു ടാബ്ലർ കോളം ഉണ്ട്. ആ ടാബ്ലർ കോളം പഠിക്കുകയാണെങ്കിൽ
വേറെ ഒന്നും പഠിക്കേണ്ട കാര്യമില്ല. ഒരൊറ്റ മണിക്കൂർ കൊണ്ട് തന്നെ നിങ്ങൾക്ക് 1 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്കാണ് ഈ 2 വാട്ട് പ്രിൻസിപ്പൽ മെത്തേഡ് എന്ന് പറയുന്നത്. ഒരു 2 അവേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് ഈ സിആറുടെ ടോപ്പിക് എന്ന് പറയുന്നത്. അതിൽ തന്നെ ഫേസ് മെഷർമെന്റ്, ഫ്രീക്വൻസി മെഷർമെന്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഒക്കെ ഉണ്ട്. സോ നമുക്ക് ഒരു 100% 2 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്ക് ഈ 2 ടോപ്പിക്കിൽ നിന്നും അവൈലബിൾ ആയിരിക്കും. സോ അത്യാവശ്യം ടൈം എടുത്ത് ഒരു 2-3 ദിവസം കൊണ്ട് ആ ഒരു ബേസിക് ആയിട്ടുള്ള തീർക്കുക. ദെൻ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഇൻസ്ട്രുമെന്റ് ക്യൂമേറ്റർ എന്ന് പറയുന്ന സാധനം, പിന്നെ പൊട്ടൻഷ്യോമീറ്റർ, എറർ അനാലിസിസ് ഒക്കെ അത്യാവശ്യം നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചെറിയ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഒരു 3 ദിവസം കൊണ്ട് അത് നമുക്ക് തീർക്കാൻ സാധിക്കും. അതിനുശേഷം വരുന്നതാണ് എർത്തിങ്, തിയറിറ്റിക്കൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അത് 3 ദിവസം ഇട്ടാലും ഇത് ഇങ്ങനെ നമുക്കൊന്ന് ക്ലാസിഫൈ ചെയ്യാം. ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യാം. ഇത് തിയറിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. ഒന്ന് എർത്തിങ് വരുന്നുണ്ട്, ദെൻ ഇലുമിനേഷൻ വരുന്നുണ്ട്, ദെൻ ടൈപ്സ് ഓഫ് ഫ്യൂസസിന്റെ ടൈപ്സ് ഒക്കെ വരുന്നുണ്ട്, ദെൻ ട്രാക്ഷന്റെ 2-3 ഗ്രാഫുകളൊക്കെ വരുന്നുണ്ട്, ട്രാക്ഷന്റെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്കൊരു 1-2 ദിവസം കൊണ്ട് തന്നെ ഒരു ഈ ഒരു ഇൻസ്ട്രുമെന്റേഷന്റെ അവസാന പോർഷൻ ആക്കി വെച്ച് നമുക്ക് തീർക്കാൻ പറ്റും. പക്ഷെ ഈ ഇലുമിനേഷൻ ഒക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതിനകത്ത് 2 തിയറംസ് ഒക്കെ വരുന്നുണ്ട്. ആ തിയറംസിനെ പറ്റിയൊക്കെ നമുക്ക് ചോദ്യങ്ങളൊക്കെ കാണാറുണ്ട്. ഒരു ചോദ്യമൊക്കെ നമുക്ക് ഈ ഈ ഈ ഒരു ഗ്രൂപ്പ് ഓഫ് ടോപ്പിക്കിന് ഒരു 1-2 ഒരു ചോദ്യമൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. യൂഷ്വലി കണ്ടേക്കുന്നുള്ളൂ. മാക്സിമം 2 ക്വസ്റ്റ്യൻസ്, അതിൽ കൂടുതലൊന്നും ചോദിക്കത്തില്ല. മെജോറിറ്റി മുമ്പേ പഠിച്ച ആ ടോപ്പിക്കിൽ നിന്ന് തന്നെയായിരിക്കും വന്നിരിക്കുന്നത്. അതിന്റെ കൂടെ തന്നെയാണ് നമ്മുടെ ഈ സിഗ്നൽസ് ആൻഡ് സിസ്റ്റംസ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്ക് ക്ലബ് ചെയ്യിച്ചിരിക്കുന്നത്. കഴിഞ്ഞ തവണ ക്ലബ് ചെയ്യിച്ചിരിക്കുന്നത്. അതിനകത്ത് ഡെഫിനിഷൻ, സിസ്റ്റംസിന്റെ ഡെഫിനിഷൻ വരുന്നുണ്ട്. പിന്നെ അതിനകത്ത് കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ വരുന്നുണ്ടല്ലോ. അപ്പൊ മറ്റേ കോസലാണോ, നോൺ കോസലാണോ, ലീനിയർ, നോൺ ലീനിയർ, അങ്ങനത്തെ ഒരു 4-5 ടൈപ്പുകളൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പൊ അത് ഒരു സിഗ്നൽ അത് എന്താണെന്ന് മനസ്സിലാക്കാന്നുള്ള കാര്യങ്ങളൊക്കെ, എങ്ങനെ അനലൈസ് ചെയ്യാൻ, ഈവൻ ആണോ, ഓഡ് ആണോ, സിമെട്രിക് ആണോ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ബേസിക് ആയിട്ട് ഒരു സിഗ്നൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റുന്ന ആ ഒരു ലെവലിലേക്ക് എത്തണം. കാരണം നിങ്ങൾ ചോദിക്കുന്നത് വിത്തിൻ 2 സെക്കൻഡ്സ്, ഒരു 3 സെക്കൻഡ്സോ 4 സെക്കൻഡ്സോ മാക്സിമം അപ് ടു ഒരു 5 സെക്കൻഡ്സ് കൊണ്ട് തന്നെ ഐഡന്റിഫൈ ചെയ്ത് നമുക്ക് ടൈം സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് സിഗ്നൽസ് എന്ന് പറയുന്നത്. അതുപോലെ സാമ്പിളിംഗ് തിയറം, അതും ഈ പറയുന്ന അതിനകത്ത് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. സാമ്പിളിംഗ് തിയറത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ഞാൻ മറന്നുപോയി. അപ്പൊ ആ ഒരു സാമ്പിളിംഗ് തിയറം, സാമ്പിളിംഗ് പ്രോസസ്സ്, കൺവല്യൂഷൻ തിയറം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഒരു എനിക്കൊന്ന് എല്ലാ കുട്ടികളും, ഫിസിക്സ് ആണെങ്കിലും ഫിസിക്സ് കുട്ടികൾക്കാണെങ്കിലും ശരി, ഇലക്ട്രോണിക്സ് ആണെങ്കിലും ശരി, ഇലക്ട്രിക്കൽ കുട്ടികൾക്കാണെങ്കിലും ശരി, 1-2 ദിവസം കൊണ്ട് തന്നെ തീർക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് ഈ ഒരു സിഗ്നൽസ് ആൻഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ചെറിയ ടോപ്പിക്, അത് കൺട്രോൾ സിസ്റ്റത്തിന്റെ മൂലയ്ക്ക് കൊണ്ട്, സോറി, മെഷർമെന്റ്സിന്റെ ഒരു മൂലയ്ക്ക് കൊണ്ടിട്ടിരിക്കുന്ന സിലബസ് ആണ്. 1-2 ദിവസം കൊണ്ട് പഠിച്ചു തീർക്കാൻ പറ്റുന്നതാണ്. സോ ഒരു 1 വീക്ക് പ്രൊവൈഡ് ചെയ്ത് നമുക്ക് ഈ ഒരു മോഡ്യൂൾ നമുക്ക് തീർക്കാൻ പറ്റുന്നതാണ്. ഇൻക്ലൂഡിംഗ് റിവിഷൻ നമുക്ക് തീർക്കാൻ പറ്റുന്നതാണ്. അതിനുശേഷമാണ് നമുക്ക് നേരെ മൂവിങ് ഓൺ ടു അനലോഗ് സർക്യൂട്ട്സ് എന്ന് പറയുന്നത്. അത് ഒരു പക്ക ഇലക്ട്രോണിക് കുട്ടികൾക്ക് ആശ്വാസം തരുന്ന ഒരു ടോപ്പിക് ആയിരിക്കും ഈ പറയുന്ന അനലോഗ് സർക്യൂട്ട്സ് എന്ന് പറയുന്നത്. അതിനകത്ത് ഇത് അഡ്വാൻറ്റേജ് വെച്ചാൽ നമുക്ക് ഇതിനകത്ത് BJT വരുന്നുണ്ട്, മോസ്ഫെറ്റ് വരുന്നുണ്ട്, ഡയോഡ്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഒരു പവർ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന ലാസ്റ്റ് മോഡ്യൂളിലും ഹെൽപ്ഫുൾ ആവുന്ന ഒരു കോൺസെപ്റ്റ് ആയിരിക്കും ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പൊ ബേസിക് ഓരോ സ്വിച്ചസിനെ പറ്റി പഠിക്കുക. ദെൻ ചെറിയ ചെറിയ സർക്യൂട്ട്സ് ഉണ്ട്, ക്ലാമ്പിംഗ് സർക്യൂട്ട്, ക്ലിപ്പിംഗ് സർക്യൂട്ട്, റെക്ടിഫയേഴ്സ്, ആംപ്ലിഫയേഴ്സ്, ഓപ്പാമ്പിന്റെ ഷുവർ ആണ് 1 ക്വസ്റ്റ്യൻ യു ക്യാൻ എക്സ്പെക്ട് 1 ക്വസ്റ്റ്യൻ ഫ്രം ഓപ്പാമ്പ്. ഓക്കെ, അപ്പോ ദെൻ ഓസിലേറ്റേഴ്സ്, അതിന്റെ കുറച്ച് ക്രൈറ്റീരിയാസ് ഒക്കെ ഉണ്ടല്ലോ, ഓസിലേറ്റേഴ്സിന്റെ ക്രൈറ്റീരിയാസ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കേണ്ടത്. അപ്പോൾ ഇത് ഒരു ചെറിയ പ്രോബ്ലംസ് ഒക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്നാലും കോൺസെപ്റ്റുകൾ പഠിക്കുക. ക്ലിപ്പർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ക്ലാമ്പർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ആംപ്ലിഫയർ എന്ന് പറയുന്നത് എങ്ങനെയാണ് വരുന്നത്, മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയേഴ്സ്, അതിനകത്ത് കുറച്ച് ബാർകോസൺ ക്രൈറ്റീരിയ സംഭവമൊക്കെ വരുന്നുണ്ടല്ലോ. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അതൊക്കെ എപ്പോഴും ചോദിക്കാറുള്ളതാണ് കേട്ടോ. ദെൻ റെക്ടിഫയേഴ്സിന്റെ കാര്യങ്ങൾ, പിന്നെ ഓപ്പാമ്പ്, അതിന്റെ ഐഡിയൽ ഓപ്പാമ്പിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എപ്പോഴും ചോദിക്കാറുള്ള കാര്യമാണ്. ദെൻ അതിൽ നിന്ന് ഓപ്പാമ്പിന്റെ പ്രോബ്ലംസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതിനുശേഷം ഓസിലേറ്റേഴ്സ് വരുന്നുണ്ട്, ദെൻ ഫംഗ്ഷൻ ജനറേറ്റേഴ്സ്, വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്, ബേസിക്കലി ഇതൊക്കെ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ് ഒക്കെ കോമൺ ആയിട്ട് നമുക്ക് തീർക്കാവുന്ന കാര്യമുള്ള. ദെൻ സിംപ്ലിഫൈഡ് ടൈമേഴ്സിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാം. ഒരു അഗെയിൻ ഇഫ് യു ഗെറ്റ് 1 വീക്ക് ഫോർ ദിസ് മോഡ്യൂൾ, ദാറ്റ്സ് ഇനഫ്. ഒരു 1 വീക്ക് ഇനഫ് ആണ് നമുക്ക് ഇതൊക്കെ കവർ ചെയ്ത് പോകാൻ വേണ്ടി വരുന്ന നമ്മുടെ 5th മോഡ്യൂൾ എന്ന് പറയുന്ന ടോപ്പിക്. ഇലക്ട്രോണിക്സുകാർക്കും അത്യാവശ്യം എളുപ്പമുള്ളൊരു ടോപ്പിക് ആയിരിക്കും. നമുക്ക് ഈ ഒരു സിലബസ് നോക്കി, ഈ സിലബസ് തന്നെയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രോണിക്സ് കുട്ടികൾക്കും ഫിസിക്സ് കുട്ടികൾക്കും അത്യാവശ്യം എളുപ്പമുള്ള ടോപ്പിക് എന്ന് പറയുന്നത് ഇതായിരിക്കും. ഇതിന് ശേഷം വരുന്ന 2-3 ടോപ്പിക്കുകളായിരിക്കും അവർക്ക് ഏറ്റവും കൂടുതൽ എളുപ്പമായിട്ടുള്ള മോഡ്യൂൾ എന്ന് പറയുന്നത്.
ദെൻ വരുന്ന ഡിജിറ്റൽ സർക്യൂട്ട്സ് വരുന്നുണ്ട്. ഇത് നമുക്കറിയാം. ഇപ്പൊ ഈ പറയുന്ന പോലെ കെ മാപ്പിന്റെ അതിന്റെ കോൺസെപ്റ്റ് പഠിക്കണം, ബൂളിയൻ ഫംഗ്ഷൻ റിഡക്ഷൻ പഠിക്കണം, കോമ്പിനേഷൻ സർക്യൂട്ട്സ്, ആഡർ, സബ്ട്രാക്ടർ പോലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അത് നമുക്ക് ലാസ്റ്റ് എയുടെ എക്സാംസ് ഒക്കെ ചോദിച്ചിട്ടുള്ളതാണ്. ഐ മീൻ ഇലക്ട്രിക്കലിന്റെ എയുടെ എക്സാമിനൊക്കെ ചോദിച്ചിട്ടുള്ളതാണ് ഈ പറയുന്ന ഇപ്പൊ പറയുന്ന കെ മാപ്പിന്റെ സൊല്യൂഷനും കാര്യങ്ങളും, ദെൻ കോമ്പിനേഷൻ സർക്യൂട്ടിന്റെ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ചോദിച്ചു കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അത് ഈ പറയുന്ന അത്യാവശ്യം പെട്ടെന്ന് തീർക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. ഡിജിറ്റൽ സർക്യൂട്ട്സ് നമുക്ക് അത്യാവശ്യം ഒരു 3-4 ദിവസം കൊണ്ട് തന്നെ നമുക്ക് തീർക്കാൻ പറ്റും. അത്രയൊക്കെ അതിന്റെയൊക്കെ ആവശ്യം വരുന്നുള്ളൂ. സീക്വൻഷ്യൽ സർക്യൂട്ട് ആണെങ്കിലും ശരി, കോമ്പിനേഷൻ സർക്യൂട്ട് ആണെങ്കിലും ശരി, ഒരു 1 to 2 days കൊണ്ടൊക്കെ തീർക്കാൻ പറ്റുന്ന അധികം ടൈം വേണ്ടത്. അത് കംപ്ലീറ്റ്ലി ഡിപ്പെൻസ് അപ്പോൺ നിങ്ങളുടെ ഒരു നോളേജ്. നിങ്ങൾക്ക് ഡിഫിക്കൽട്ട് ആണ് എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ടൈം കൂടുതൽ എടുക്കുക, നോ പ്രോബ്ലം. ഒരു നോർമലി നമുക്ക് പെട്ടെന്ന് തീർക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് ഈ പറയുന്ന ഈ ഡിജിറ്റൽ സർക്യൂട്ട് എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. അതിനുശേഷമാണ് അനലോഗ് കമ്മ്യൂണിക്കേഷൻ. പ്യോർലി ഇലക്ട്രോണിക്സ് ആയിട്ടുള്ള ഏക ടോപ്പിക്കാണ് ഇതിനകത്ത് വരുന്നത്. പ്യോർലി എക്സ്ക്ലൂസീവ് ഫോർ ഇലക്ട്രോണിക്സ് കാൻഡിഡേറ്റ്സിന് വരുന്നതാണ് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ, അനലോഗ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ടോപ്പിക് എന്ന് പറയുന്നത്. ഇതിൽ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മൾ മോഡ്യൂൾ 1 പഠിച്ചല്ലോ, ഏതാണ് ഇലക്ട്രോ മാഗ്നറ്റിക്സ്. അതിൽ പഠിക്കുന്നതാണ് ഈ ഒരു ടോപ്പിക് വരുന്നുണ്ട്, മാക്സ്വെൽസ് ഇക്വേഷൻ. അവിടെ നമ്മൾ സ്വാഭാവികമായിട്ടും ഏത് ഫാക്കൽറ്റിയാണ് പഠിപ്പിക്കുന്നത് അത് മോസ്റ്റ് പ്രോബ്ലി തന്നെയായിരിക്കും. എന്നാലും ആ ഇലക്ട്രോ മാഗ്നറ്റിക്സ് പഠിപ്പിക്കുമ്പോൾ നമ്മൾ കവർ ചെയ്യുന്നതാണ് ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. സോ നമുക്കൊരു 1 day നമുക്ക് ഈസിലി നമുക്ക് അവിടെ സേവ് ചെയ്യാൻ സാധിക്കും. സോ മാക്സ്വെൽസ് ഇക്വേഷൻ വരുന്നുണ്ട്, അതിന്റെ ഡിഫറെന്റ് ഫോം, ഡിഫറൻഷ്യൽ ഫോമും ഇന്റഗ്രൽ ഫോമും, ദെൻ വേവ് ഇക്വേഷൻ, പോയിന്റിംഗ് വെക്ടർ, പോയിന്റിംഗ് തിയറം പോലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അതെപ്പോഴും ഇലക്ട്രോമാഗ്നറ്റിക്സുമായിട്ട് ക്ലബ് ചെയ്ത് പഠിക്കുന്നതായിരിക്കും ഏറ്റവും എഫക്റ്റീവ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതങ്ങനെയാണ് പഠിക്കേണ്ടത് ബേസിക്കലി. അപ്പൊ തുടക്കത്തിൽ പറയുകയാണെങ്കിൽ അനലോഗ് കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട്, ദെൻ അതിന്റെ കുറച്ച് കാര്യങ്ങൾ, ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ, ഫ്രീക്വൻസി മോഡുലേഷൻ പോലുള്ള കാര്യങ്ങൾ, ദെൻ അനലോഗ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, സിഗ്നൽ ടു നോയ്സ് റേഷ്യോ കാൽക്കുലേഷൻ പോലുള്ള കുറച്ച് കാര്യങ്ങൾ, ദെൻ മോഡുലേഷൻ ടെക്നിക്കുകൾ വരുന്നുണ്ട്, ദെൻ ട്രാൻസ്മിഷൻ ലൈൻ, ഈ ഓരോ ഇമ്പിഡൻസ് ക്യാരക്ടറിസ്റ്റിക്സ് എന്നൊക്കെ പറയുന്ന കുറച്ച് അനാലിസിസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ദെൻ ബേസിക്, ഇത് പ്യോർലി ഇലക്ട്രോണിക്സ് ആണ് വരുന്നത്. ബേസിക് ആന്റിനയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് ഇലക്ട്രോണിക്സ്, ഇപ്പം ബേസിക് ഞാനൊരു ഇലക്ട്രോണിക്സ് ഫാക്കൽറ്റി അല്ലാത്തതുകൊണ്ട് കൂടുതൽ എനിക്ക് അതിനെപ്പറ്റി പറയാൻ സാധിക്കില്ല. ഒരു പ്യോർലി ഇലക്ട്രോണിക്സ് ആയിട്ടുള്ള ഫാക്കൽറ്റി കുറച്ച് ക്ലാരിഫിക്കേഷൻ നിങ്ങൾക്ക് തരും. അപ്പം അഗെയിൻ നിങ്ങളുടെ ഒരു കൺവീനിയൻസ് അനുസരിച്ചിട്ട് എനിക്കിപ്പം ഇലക്ട്രിക്കൽ സ്റ്റുഡൻസിനോട് പറയാനുള്ളത്, നിങ്ങൾ ഇതിനകത്ത് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യണം. ഇപ്പൊ ഞാനിവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഒരു 9 ദിവസമാണെങ്കിൽ നമുക്ക്, ഐ മീൻ ഇലക്ട്രിക്കൽ സ്റ്റുഡൻസിന് ഒരിക്കലും ഒരു 9 ദിവസം കൊണ്ട് ഇത് തീർക്കാൻ സാധിക്കത്തില്ല. കാരണം നമ്മൾ ഇലക്ട്രിക്കൽ സ്റ്റുഡൻസ് എന്ന് പറയുന്ന ആ ഒരു ഗ്രൂപ്പ് ഓഫ് കാൻഡിഡേറ്റ്സിന് കംപ്ലീറ്റ്ലി ഫ്രഷ് ആയിട്ടുള്ള ടോപ്പിക്. ഇതിനകത്ത് തന്നെ മാക്സ്വെൽസ് ഇക്വേഷനും ട്രാൻസ്മിഷൻ ലൈൻ പാരാമീറ്റേഴ്സും ഒഴിച്ച് ആന്റിന ഇലക്ട്രിക്കൽ സ്റ്റുഡൻസ് പഠിച്ചു കാണില്ല. ദെൻ മോഡുലേഷൻ ഒക്കെ എനിക്ക് തോന്നുന്നു കുറച്ചെങ്ങാണ്ടൊക്കെ പഠിച്ചുള്ളൂ. സോ ബാക്കി സിലബസ് എല്ലാം പുതിയതായിരിക്കും ഇലക്ട്രിക്കൽ കാൻഡിഡേറ്റ്സിന്. സോ ഇലക്ട്രിക്കൽ കാൻഡിഡേറ്റ്സ് ഉണ്ടെങ്കിൽ കറസ്പോണ്ടിങ്ങിൽ നിങ്ങൾ കുറച്ച് ടൈം അതിനുവേണ്ടി മാറ്റി വെച്ചതിന് ശേഷം ബാക്കി സബ്ജക്ട് നോക്കേണ്ടതാണ്. കാരണം അത് ഇലക്ട്രിക്കൽ സ്റ്റുഡൻസ്, ഇലക്ട്രോണിക്സുകാർക്ക് പവർ സിസ്റ്റം എന്താണോ അതുപോലെയാണ് ഇലക്ട്രിക്കലുകാർക്ക് ഈ ഒരു 6th അല്ല 7th മോഡ്യൂൾ എന്ന് പറയുന്ന ഈ ഒരു മോഡ്യൂൾ എന്ന് പറയുന്നത്. ദെൻ ലാസ്റ്റ് മോഡ്യൂൾ എന്ന് പറയുന്ന ഏതാണ്, പവർ ഇലക്ട്രോണിക്സ് ആണ് വരുന്നത്. അത് അത്യാവശ്യം ഇതിന്റെ ബേസിക് കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ ഫിസിക്സുകാർക്കും ഇലക്ട്രോണിക്സുകാർക്കൊക്കെ അറിയായിരിക്കും. പക്ഷെ ഇൻവെർട്ടർ സൈഡ്, ബക്ക് ബൂസ്റ്റ് സൈഡ്, SMPS സൈഡ് ഒന്നും ഒരു പക്ഷെ അവർക്ക് അറിയണ്ടായിരിക്കത്തില്ല. അഗെയിൻ അവർക്കൊരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടോപ്പിക് ആയിരിക്കും. ഇലക്ട്രിക്കലായിട്ട് പഠിച്ചിട്ടുള്ളതാണ്, പവർ ഇലക്ട്രോണിക്സ് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുള്ളതാണ്. ഇതിനകത്ത് അഗെയിൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്വിച്ചസ് വരുന്നുണ്ട്, ട്രാക്ക് വരുന്നുണ്ട്, മോസ്ഫെറ്റ് വരുന്നുണ്ട്, IGBT വരുന്നുണ്ട്, പവർ ഡയോഡ് വരുന്നുണ്ട്. നമ്മൾ അപ്പുറം പഠിച്ച ഡയോഡ് ആയിരിക്കില്ല പവർ ഡയോഡ്, കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. SCR തൈറിസ്റ്റിന്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യം അതിനകത്ത്. ഇതിൽ തന്നെ കുറെ ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്, സ്വിച്ചിങ് ക്യാര, അങ്ങനത്തെ കുറച്ച് ക്യാരാസ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ആ ഈ SVR പഠിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, SVR ഏറ്റവും ബേസിക് ആയിട്ട് SVR സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ IGBT മോസ്ഫെറ്റ് ഒക്കെ നിങ്ങൾക്ക് അത്യാവശ്യം പെട്ടെന്ന് തന്നെ ഗ്രാസ്പ് ചെയ്യാൻ സാധിക്കും. സോ SVR ടൈം എടുത്ത് പഠിക്കുകയാണെങ്കിൽ അതിന്റെ ഗ്രാഫ് ഒക്കെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ എന്താണ് പറയാ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ചെറിയൊരു വേരിയേഷൻ മാത്രമായിരിക്കും IGBTയിലും മോസ്ഫെറ്റിലും പവർ ഡയോഡിലും ട്രാക്കിലും ഡയക്കിലൊക്കെ ഉണ്ടാവും. അപ്പോൾ ഓരോ സ്വിച്ചസും, ഇതൊക്കെ നമ്മുടെ പവർ ഇലക്ട്രോണിക് സ്വിച്ചസ് ആണ്. ഓരോ സ്വിച്ചസിനെ പറ്റി കൃത്യമായ ഐഡിയ ഉണ്ടാകണം. കാരണം ഇതിന്റെ കമ്പാരിസൺ യൂഷ്വലി നമ്മൾ ചോദിച്ച് കാണാറുണ്ട്.
ട്രാക്കിനെ പറ്റിയും ഡയറ്റിനെ പറ്റിയൊക്കെ ഇതിന്റെ കമ്പാരിസൺസ് ഒക്കെ നമ്മൾ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സും കമ്പാരിസൺസ് ഒക്കെ നമ്മൾ ചോദിച്ചു കാണാറുണ്ട്. അതിനുശേഷം നമ്മൾ നേരെ റെക്ടിഫയേഴ്സിലോട് വരും. റെക്ടിഫയേഴ്സ് തന്നെ ഡിഫറെന്റ് ലോഡ്, ലോഡ്, RLE ലോഡ്, RL ലോഡ്, RLE ലോഡ്. അതിനകത്ത് ഫ്രീ വീലിംഗ് ഡയോഡ് വെച്ചാൽ അവരെങ്ങനെ ബിഹേവ് ചെയ്യും, അത് അങ്ങനെ വെച്ചാൽ എങ്ങനെ എന്ത് ചെയ്യും, ഇങ്ങനെ വെച്ചാൽ എന്ത് ചെയ്യും, അങ്ങനെ കുറെ കാര്യങ്ങൾ, കുഴയ്ക്കുന്ന കുറെ കാര്യങ്ങൾ, ഓരോന്നിനും വേവ് ഫോംസ്, അതിന്റെ അനാലിസിസ്, അതിന്റെ കറണ്ട് എങ്ങനെയാണ് പോകുന്നത്, വോൾട്ടേജ് എങ്ങനെയാണ് പോകുന്നത് എന്നുള്ള കുറെ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ബേസിക്കലി ഈ റെക്ടിഫയേഴ്സ് നമുക്ക് പഠിക്കാനുള്ളത്. അതിനുശേഷം നമ്മൾ നേരെ ചോപ്പേഴ്സ്, ദാറ്റ് മീൻസ് DC to DC കൺവേർട്ടേഴ്സിലോട്ട് പോകും. ബക്ക് ബൂസ്റ്റ് കൺവേർട്ടേഴ്സിലോട്ട് നമ്മൾ പോകുന്നുണ്ട്. ഇൻ ബിറ്റ്വീൻ ഒരു വോൾട്ടേജ് റെഗുലേറ്റർ എന്ന് പറയുന്ന ടോപ്പിക് വരുന്നുണ്ട്. ബക്ക് ബൂസ്റ്റ് കൺവേർട്ടേഴ്സ് വരുന്നുണ്ട്. അതിനുശേഷം ഇൻവേർട്ടേഴ്സ് എന്ന് പറയാം, DC to AC കൺവേർഷൻ ഇൻവേർട്ടേഴ്സ്, അതിന്റെ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ദെൻ SMPS, ദെൻ കുറച്ച് ഡ്രൈവ്സും, ചെറിയൊരു പോർഷൻ ഡ്രൈവ്സും വരുന്നുണ്ട്. പ്രിൻസിപ്പിൾ ഓഫ് DC ആൻഡ് AC മോട്ടോർ കൺട്രോൾ, ചെറിയൊരു, അത് അത്ര ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നുന്നില്ല. മേ ബി റെയർ കേസിൽ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ഒക്കെ എക്സ്പെക്ട് ചെയ്യാം എന്നല്ലാതെ അതിൽ കൂടുതൽ ഒന്നും നമുക്ക് എക്സ്പെക്ട് ചെയ്യേണ്ട കാര്യം വരുന്നില്ല. അപ്പൊ ഈ പറയുന്ന കൺവേർട്ടേഴ്സ്, റെക്ടിഫയർ, DC to DC കൺവേർട്ടേഴ്സ്, ഇൻവേർട്ടേഴ്സ്, AC to AC കൺവേർട്ടർ, സൈക്ലോ കൺവേർട്ടർ പോലുള്ള കാര്യങ്ങളൊക്കെ, ഈ 4 കൺവേർട്ടേഴ്സിനും നമുക്ക് അത്യാവശ്യം പ്രോബ്ലമാറ്റിക് ആയിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഒരു AI എന്നൊക്കെ പറയുമ്പോൾ ചെറിയ പ്രോബ്ലംസ് ഒക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. വലിയ ഡ്രൈവ്സിൽ നിന്നുള്ള വലിയ പ്രോബ്ലംസ് ഒന്നും നമുക്ക് എക്സ്പെക്ട് ചെയ്യേണ്ട. സോ അതും എഗെയിൻ നമുക്കൊരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു 8, 9, 10 ദിവസം കൊണ്ട് തന്നെ നമുക്ക് തീർക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക് അത്ര മാത്രമേ ഉള്ളൂ. കാരണം ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്ത കുട്ടികൾക്ക് ഈസി ആയിട്ട് നമുക്കൊരു 10 ഡേയ്സ് കൊണ്ടൊക്കെ നിങ്ങൾക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ സാധിക്കും ഈ സബ്ജക്ട്. ബിക്കോസ് ഈ ഒരു ടോപ്പിക്ക് നമുക്കൊരു 14 സെഷൻ, ഒരു സെഷൻ 1.5 മണിക്കൂർ വെച്ച് ഒരു 10 to 14 സെഷൻ കൊണ്ട് തന്നെ വൈൻഡ് അപ്പ്, ഡീറ്റെയിൽഡ് ആയിട്ട് പോയാൽ പോലും അത്രയും കൊണ്ട് തീർക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് ഈ പവർ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന ഒരു സബ്ജക്ട് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഓൺലൈൻ ക്ലാസ് 1.5 hours ആണല്ലോ. അപ്പൊ അങ്ങനെ ഒരു 10 to 14 സെഷൻ കൊണ്ട് നമുക്ക് തീർക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് നമ്മുടെ ഈ ഒരു പവർ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന സെഷൻ. കറസ്പോണ്ടിംഗ്ലി നമുക്ക് ബേസിക്കലി ഒരു 90 ഡേയ്സ് കൊണ്ട്, ദാറ്റ് മീൻസ് 3 months കൊണ്ട് നമുക്ക് അത് എഗെയിൻ പറയാണ്, നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ടിരിക്കുകയാണെങ്കിൽ ഒരു 3 months കൊണ്ട് നമുക്ക് ഈ സിലബസ് കവർ ചെയ്യാൻ സാധിക്കും. സിലബസ് കവർ ചെയ്യാൻ മാത്രമേ സാധിക്കത്തുള്ളൂ. എഗെയിൻ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞാണ് അടുത്ത കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. നമ്മൾ റിവൈസ് ചെയ്യുക, മോക്ക് ടെസ്റ്റ് ചെയ്യുക, റിവിഷന് വേണ്ടി ഒരു ലാസ്റ്റ് 10 days നമുക്ക് റിവിഷന് വേണ്ടിയൊക്കെ പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, അതായത് നമ്മൾ ഇത്രയും ഈ പവർ ഇലക്ട്രോണിക്സ് ഒക്കെ പഠിച്ചു വരുമ്പോഴേക്കും നമ്മൾ പണ്ട് പഠിച്ച മെഷീൻസോ പവർ സിസ്റ്റോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, കൺട്രോൾ സിസ്റ്റം ഒക്കെ നമ്മൾ മറന്നു പോയിട്ടുണ്ടായിരിക്കും. അപ്പൊ അതിനെയൊക്കെ ഒന്ന് പ്രഷപ്പ് ചെയ്യാൻ വേണ്ടി ലാസ്റ്റ് 10 days കൂടെ നിങ്ങൾ എടുക്കുക. ഓക്കെ, ഒരു 100 days അങ്ങനെയാണെങ്കിൽ നമുക്ക് സിലബസും കവർ ചെയ്ത് നമുക്കൊരു ഓവറോൾ ഐഡിയ കിട്ടും നമുക്ക്. ഈ ഒരു 3 months പോട്ടെ, ഒരു 100 days എന്ന് പറഞ്ഞാൽ ഒരു 20 days ഒരു ടോറസ് കൂടെ നമുക്ക് 20, ഒരു 4 months എടുക്കാം. അങ്ങനെ കൺസിഡർ ചെയ്യാം. 100 days സ്റ്റഡി പ്ലാൻ ആണെങ്കിൽ പോലും ഈ ഒരു 120 days ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം ബേസിക് ആയിട്ട് ഒരു AP ലെവലിലുള്ള എക്സാംസ് ഒക്കെ നിങ്ങൾക്ക് എഴുതിയാൽ അതിനകത്ത് കറക്റ്റ് ആയിട്ട് 50-60 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കറക്റ്റ് ആൻസേഴ്സ് എഴുതാൻ സാധിക്കും. ഓക്കെ, ഒരു 100 ദിവസം, ഒരു 110, 120 ദിവസം നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് വരികയാണെങ്കിൽ ഒരു 50-60 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ശരിയായിട്ട് എഴുതാൻ സാധിക്കും. ഓക്കെ, അത് ഷുവർ ആണ്. പ്രോപ്പർ ക്ലാസ് അറ്റൻഡ് ചെയ്ത് അതിന്റെ MCQs ഒക്കെ നോക്കി പ്രോപ്പർ റിവൈസ് ചെയ്ത് പോവുകയാണെങ്കിൽ അത്രയും മാർക്ക് കിട്ടാം. പക്ഷെ നമുക്ക് അത്രയും മാർക്ക് അല്ല വേണ്ടത്. നമുക്ക് എപ്പോഴും ടാർഗറ്റ് ഷുഡ് ബി 70+ or 80+ ആയിരിക്കും. അത് ഹൈലി ഡിഫിക്കൽട്ട് ആണെന്ന് ഞാൻ പേഴ്സണലി പറയാം. ഹൈലി ഡിഫിക്കൽട്ട് ആയിരിക്കും. പക്ഷെ നമ്മൾ അത്രയും തന്നെ ടാർഗറ്റ് ചെയ്യണം. അത്രയും നമ്മൾ ടാർഗറ്റ് ചെയ്താൽ മാത്രമേ ഒരു 10%, ഒരു 20% കുറവ്, ഒരു നെഗറ്റീവ് ഒക്കെ പോയി കഴിഞ്ഞാൽ 20% മാർക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടത്തുള്ളൂ. നമ്മൾ 80% തന്നെ എക്സ്പെക്ട് ചെയ്യുക. അതിന് കുറച്ച് കാര്യങ്ങൾ കൂടെ നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് അത്രയൊക്കെ ചെയ്യാൻ സാധിക്കുള്ളൂ. ഇപ്പൊ ഇത്ര നേരം നമ്മൾ സിലബസിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഒന്ന്, പ്രോപ്പർ പ്ലാനിങ് ഉണ്ടാകും. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ അറ്റ്ലീസ്റ്റ് 2 hours, അറ്റ്ലീസ്റ്റ് അത് ഒരു വേസ്റ്റ് കേസിൽ ഒരു 2 hours എങ്കിലും. ഒരു ഐഡിയൽ എന്ന് പറയുന്നത് 4 hour ആണ്. ബെസ്റ്റ് എന്ന് പറയുന്നത് 6 ആണ്. ബെസ്റ്റ് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അത്രയും നല്ലത്. പക്ഷെ ഒരു വേസ്റ്റ് കേസിൽ 2 hours എങ്കിലും പെർ ഡേ നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ടിരിക്കുക. കൺസിസ്റ്റന്റ് ആയിട്ട് തന്നെ ബെറ്റർ സബ്ജക്ട് വൈസ് പ്ലാൻ ചെയ്ത് ടൈം പ്രൊവൈഡ് ചെയ്ത് സബ്ജക്റ്റിന്റെ ഒരു ഓവർവ്യൂ ഉണ്ടാക്കിയിട്ട്
ഹാൻഡ് റിട്ടൺ നോട്ട് കീപ്പ് ചെയ്ത് അത്യാവശ്യം വേണ്ട ഇക്വേഷൻസ് ഒക്കെ എഴുതി ഭിത്തിയിൽ അവിടെ ഇവിടെ ആക്കി ഒട്ടിച്ച്, അല്ലെങ്കിൽ ഫോണിന്റെ വാൾപേപ്പർ ആക്കിയിട്ട് നല്ല ഇക്വേഷൻസ് ഒക്കെ ഇപ്പൊ പറയുകയാണെങ്കിൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയാം, മാക്സസിന്റെ 4 ഇക്വേഷൻ വരുന്നത് അതൊക്കെ നിങ്ങളുടെ ഫോണിന്റെ വാൾപേപ്പർ ആക്കി അല്ലെങ്കിൽ വാട്സാപ്പിന്റെ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഒക്കെ ഇട്ടിടുവാണെങ്കിൽ നല്ലതായിരിക്കില്ല. നിങ്ങൾ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് റിലീസ് ചെയ്യാൻ സാധിക്കും. വെറുതെ ആണെങ്കിൽ നോക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഉടക്കം ഇരുന്നോളും, പഠിക്കണ്ട, വെറുതെ ആണെങ്കിൽ നോക്കുമ്പോൾ ഇരുന്നോളും. അങ്ങനെ അതൊക്കെ ജസ്റ്റ് ഒരു ഇടുക. നിങ്ങൾ ലോക്ക് സ്ക്രീനിലൊക്കെ ഒരു ഇക്വേഷൻ കിട്ടുവാണെങ്കിൽ നല്ലതല്ലേ. നിങ്ങൾ ബസ്സിലൊക്കെ പോകുമ്പോൾ വെറുതെ നോക്കുക, ലോക്ക് സ്ക്രീൻ നോക്കുക, ആ ഒരു ടൈം നിങ്ങൾക്ക് എഫിഷ്യന്റ്ലി യൂസ് ചെയ്യാൻ സാധിക്കുമല്ലോ. അപ്പൊ പ്രോപ്പർ ആയിട്ട് പ്ലാൻ ചെയ്യുക. ഓക്കെ, സബ്ജക്ട് പ്ലാൻ ചെയ്യുക, ടൈം മാനേജ് ചെയ്യുക. അപ്പൊ അത് കുറച്ചുകൂടെ നല്ല രീതിയിൽ പറയുകയാണെങ്കിൽ സബ്ജക്ട് എപ്പോഴും മിക്സ് ചെയ്ത് പഠിക്കുന്നതാണ് ഞാനിപ്പോൾ പ്രിഫർ ചെയ്യുന്നത്. വൈ? ബിക്കോസ് ഇപ്പോ ഇലക്ട്രിക്കൽ സ്റ്റുഡൻസ് എടുക്കുകയാണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ അറിയണ്ടായിരിക്കത്തില്ല. അപ്പോൾ നമ്മൾ ഒരു സബ്ജക്റ്റിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ ഒരുപാട് സമയം പോവും. അപ്പൊ ബെറ്റർ ഒരു സബ്ജക്ട് മിക്സപ്പ് ചെയ്ത് പഠിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ കൺവീനിയന്റ് എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. അത് കംപ്ലീറ്റ്ലി ഡിപെൻഡ്സ് ഓൺ യുവർ എക്സ്പീരിയൻസ്. ഇപ്പോൾ നമുക്ക് പറയുകയാണെങ്കിൽ ബേസിക് ഇലക്ട്രിക്കൽ തുടങ്ങുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാം ബേസിക് ഇലക്ട്രിക്കൽ എളുപ്പമായിരിക്കും, കാരണം തുടക്കത്തിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്, മനസ്സിലാക്കാനും കുഴപ്പമില്ല. പക്ഷെ അതിൻ്റെ ഒപ്പം തന്നെ പാരലലി തന്നെ നിങ്ങൾക്ക് ടഫ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റും കൂടെ കൊണ്ടുപോവുകയാണെങ്കിൽ നല്ലതായിരിക്കും. കാരണം ഫസ്റ്റ് മോഡ്യൂളും പാരലി പോകുന്നുണ്ട്, ഒരു ഡിഫിക്കൽട്ട് ആയിട്ട് മറ്റൊരു മോഡ്യൂളും പാരലി പോകുന്നുണ്ട്. അപ്പൊ ഈ രണ്ട് ഇപ്പൊ നമുക്ക് ഒരു സബ്ജക്ട് തന്നെ ഇപ്പൊ ഇലക്ട്രിക്കൽ കുട്ടികൾ കമ്മ്യൂണിക്കേഷൻ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു 2 3 ദിവസം കഴിയുമ്പോൾ ഭ്രാന്ത് പിടിച്ച് ഫെഡപ്പായിട്ടും ചിലപ്പോൾ നിർത്തിയിട്ട് പോകും. അതിനേക്കാളും ബെറ്റർ ഒരു 2 ദിവസം അത് പഠിച്ചതിന് ശേഷം ഒരു എളുപ്പമുള്ള ഒരു സബ്ജക്ട് ഇടയ്ക്ക് കയറ്റി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കുറച്ച് കാം ആവാൻ ഒരു സമയം കിട്ടും. എഗൈൻ പറഞ്ഞ പോലെ തന്നെ കണ്ടിന്യൂസ് എത്തിക്കുക. ഒരു ഇടയ്ക്ക് 1 2 ദിവസം, ഒരു ദിവസം വെച്ച് കുറേ നാൾ പഠിച്ചു കഴിയുമ്പോൾ ഒരു ദിവസമൊക്കെ ബ്രേക്ക് എടുത്ത് സെമിക്കുകയോ ഒന്ന് കറങ്ങാൻ പോകാൻ ഒന്ന് ഒരു റിലാക്സേഷൻ കൂടെ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ സബ്ജക്ട് മിക്സ് ചെയ്ത് പഠിക്കുക. ഒരു ഡിഫിക്കൽട്ട് സബ്ജക്റ്റും ഒരു ഈസി സബ്ജക്റ്റും ഒരുമിച്ച് പാരലലിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഏത് സബ്ജക്റ്റ് ആണ് നിങ്ങൾക്ക് ടഫ് ആയിട്ടുള്ളത്, ഏത് സബ്ജക്റ്റ് ആണ് എളുപ്പമാണെന്നുള്ളത് കാര്യം ഒന്ന് പ്രയോറിറ്റൈസ് ചെയ്യുക. പ്രയോറിറ്റൈസ് ചെയ്യുകയാണെങ്കിൽ ഇതൊക്കെ ഒന്ന് അച്ചീവ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ദെൻ ഒന്ന് വെറുതെ നമ്മുടെ PPT പ്രിന്റ് എടുത്ത് കൈ വെക്കാതെ ബെറ്റർ ഹാൻഡ് റിട്ടൺ നോട്ട്സ് കീപ്പ് ചെയ്യുക. കയ്യിൽ ഹാൻഡ് റിട്ടൺ നോട്ട്സ് എപ്പോഴും കീപ്പ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ ഓൺലൈൻ ക്ലാസ്സസ് ആണെങ്കിലും ക്ലാസ്സസ് കേട്ട് അല്ലെങ്കിൽ റെക്കോർഡഡ് ക്ലാസ് ആണെങ്കിൽ പോലും പ്രോപ്പറായിട്ട് എഴുതി ഈ പ്രോപ്പർ ഇക്വേഷൻസ് ഒക്കെ എഴുതുക, പ്രോപ്പർ കാര്യങ്ങളൊക്കെ എഴുതുക. ഹാൻഡ് റിട്ടൺ നോട്ട്സ് സ്വന്തം കൈപ്പടയിൽ എഴുതി നോട്ട് കീപ്പ് ചെയ്യാം. ദെൻ ഈ പറയുന്ന പോലെ ഇക്വേഷൻസ് എഴുതി വെക്കുക, പേസ്റ്റ് ചെയ്ത് വെക്കുക, ലാപ്പിന്റെ സ്ക്രീൻ സേവർ ആയിട്ട് ഇടുക, മൊബൈലിന്റെ സ്ക്രീൻ സേവർ ആയിട്ട് ഇടുക, മൊബൈലിന്റെ ലോക്ക് സ്ക്രീൻ ആയിട്ട് ഇടുക, വാട്സപ്പിന്റെ ചാറ്റിന്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ഇടുക. അങ്ങനെ ഇടുകയാണെങ്കിൽ വെറുതെ നിങ്ങൾ വെറുതെ ഫോൺ എടുത്ത് സമയം നോക്കുമ്പോൾ പോലും ആ ഇക്വേഷൻ നിങ്ങളുടെ മനസ്സിലോട്ട് വന്നോളും. ഇതൊക്കെ ചെയ്യാൻ, അതായത് ഈ ജോലി വേണം എന്ന് ശക്തമായിട്ട് ആഗ്രഹിക്കുന്നവർ അങ്ങനെ ചെയ്യും എന്നാണ് എൻ്റെ ഒരു ഞാൻ വിചാരിക്കുന്നത്. അതിനുശേഷം മാക്സിമം എന്താണ് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഇപ്പം നമ്മുടെ ഓൺലൈൻ സെഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ നോട്ട് കൊടുക്കുന്നതിന്റെ ഒപ്പം തന്നെ ഒരു 10 15 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കവർ ചെയ്ത ആ ടോപ്പിക്കിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള MCQs നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പം അത് മാക്സിമം ചെയ്ത് നോക്കുക. അത് ആ ഒരു ടോപ്പിക്കിൽ നിന്ന് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നോക്കുക. ആ ക്വസ്റ്റ്യൻസ് നോക്കാതെ ആ ക്വസ്റ്റ്യൻസിൽ മാത്രം ഒതുങ്ങാതെ അത് റിലേറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളും കൂടെ നിങ്ങൾ ബാക്ക് സ്വന്തമായിട്ടൊന്ന് ചെയ്യുക. മാക്സിമം നമ്മൾ എല്ലാ ടോപ്പിക്കും തന്നെ കവർ ചെയ്ത് എല്ലാ ഫാക്കൽറ്റീസും പ്രൊവൈഡ് ചെയ്യാറുണ്ട്. പക്ഷെ നിങ്ങളുടെ അടുത്ത് നിന്നും ഒരു എഫേർട്ട് അവിടെ ഉണ്ടായിരിക്കണം. ദെൻ റിവൈസ് ചെയ്യുക. ഇപ്പൊ എഗൈൻ പറഞ്ഞ പോലെ റിവിഷൻ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒരു മോക്ക് ടെസ്റ്റും കൂടെ നിങ്ങൾ നോക്കണം. അത് കാരണം ഇതിനെന്താ വെച്ചാൽ ഒരുപക്ഷെ PSC എഴുതി എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ്സ് സ്വാഭാവികമായിട്ടും കൂടും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി മോക്ക് ടെസ്റ്റ് എഴുതി എങ്ങനെ നിങ്ങൾക്ക് ഒരു 50% കുറവ് സാധ്യതയുള്ള ക്വസ്റ്റ്യൻസിനെ എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കും, അവിടെ നിങ്ങൾ എങ്ങനെ വിജയിക്കും എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും നിങ്ങൾ റാങ്ക് കൂടി പോകുന്നത്. അപ്പൊ നിങ്ങൾക്കൊരു സംശയം, ചിലപ്പോൾ നിങ്ങൾക്കൊരു 30% മാത്രം ഷുവറിറ്റി കാണുള്ളൂ. പക്ഷെ ചിലപ്പോൾ അത് ശരിയായിരിക്കാം. പക്ഷെ ഒരു 70% തെറ്റാൻ സാധ്യതയും കൂടെ ഉണ്ട്. പക്ഷെ അപ്പൊ അങ്ങനെയുള്ള കണ്ടീഷനൊക്കെ ബെറ്റർ ലീവ് ചെയ്യുന്നത് തന്നെയായിരിക്കും ബെറ്റർ എന്നാണ് ഞാൻ പേഴ്സണലി പറയുന്നത്. കറക്കി കുത്താതിരിക്കുക, 100% ഷുവർ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ആൻസർ ചെയ്യുക എന്ന് പറയുന്ന കാര്യമാണ് നിങ്ങൾ എപ്പോഴും ഫോളോ ചെയ്യേണ്ട കാര്യമാണ്. ഇപ്പോൾ തെറ്റിക്കോട്ടെ ശരിയായിക്കോട്ടെ, കറക്കി കുത്തി ശരിയാകാം, തെറ്റിപ്പോവാം, എന്ത് വേണമെങ്കിലും ആവട്ടെ, പക്ഷെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുക. ഒരുപക്ഷെ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരിക്കാം, പക്ഷെ ഒറിജിനലി എക്സാം ഡിഫിക്കൽട്ട് ആയിരിക്കാം. പക്ഷെ നിങ്ങൾ നോക്കുമ്പോൾ ഓക്കെ എക്സാം ഭയങ്കര ഡിഫിക്കൽട്ട് ആണ്, എന്നാൽ പിന്നെ കറക്കി കുത്തിയേക്കാന്ന് തോന്നും. പക്ഷെ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. നിങ്ങൾ പ്രോപ്പർ ആയിട്ട് പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പർ ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി
ആ ഒരു എക്സാം എന്ന് പറയുന്നത് ഡിഫിക്കൽട്ട് ആയിരിക്കും. നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ പ്രോപ്പർലി എല്ലാം വെച്ച് പഠിച്ച കുട്ടി നോക്കുമ്പോൾ എക്സാം എളുപ്പമാണെങ്കിൽ ഡെഫിനറ്റ്ലി എക്സാം എളുപ്പമായിരിക്കും. അപ്പോൾ നിങ്ങൾ പ്രോപ്പറായിട്ട് പഠിച്ചിട്ടുണ്ട് എന്നത് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണോ ഫീൽ ചെയ്യുന്നത് അത് തന്നെയായിരിക്കും ആ എക്സാമിന്റെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. അതിനുവേണ്ടി മോക്ക് ടെസ്റ്റ് എഴുതുക, എങ്ങനെ അൺവാണ്ടഡ് ക്വസ്റ്റ്യൻസിനെ എലിമിനേറ്റ് ചെയ്യുക, അതിന്റെ ഒരു മെന്റൽ സ്ട്രെങ്ത് അറ്റൈൻ ചെയ്യുക. എത്ര നെഗറ്റീവ്സ് ഒഴിവാക്കുന്നോ അത്രയും നിങ്ങളുടെ സക്സസ് റേറ്റ് ആണ് കൂടുന്നത്. അപ്പോൾ എക്സാംസ് എഴുതിയാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെ എലിമിനേറ്റ് ചെയ്യാം എന്നൊരു ലെവലിലോട്ട് എത്തുള്ളൂ. അപ്പോൾ മോക്ക് ടെസ്റ്റ് എഴുതുക, പ്രാക്ടീസ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ എക്സാംസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിനേക്കാൾ ഉപരി ഫ്രീ ആയിട്ടുള്ള കുറെ എക്സാം പ്രൊവൈഡ് ചെയ്യുന്ന സൈറ്റുകൾ പ്രൊവൈഡ് ചെയ്യുക, ഫ്രീ എക്സാംസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പോൾ മാക്സിമം അതൊക്കെ ചെയ്ത് നോക്കുക. അതൊക്കെ ചെയ്ത് പിന്നെ ഒരുപാട് എന്താണ് ബുക്സ് ഒക്കെ അവൈലബിൾ ആണ്. ബെറ്റർ ഓൺലൈൻ ആയിട്ട് തന്നെ അവൈലബിൾ ആണ്. വാങ്ങിച്ച് നോക്കുക, ക്വസ്റ്റ്യൻസ് നോക്കുക, വർക്ക്ഔട്ട് ചെയ്യുക, കറപ്പിക്കുക. നിങ്ങൾക്ക് ഓരോ OMR ഷീറ്റൊക്കെ പ്രിന്റ് എടുത്ത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിന്റ് എടുത്ത് കൈവച്ചിട്ട് വെറുതെ ഇരിക്കുമ്പോൾ ഒരു മണിക്കൂർ കിട്ടുമ്പോൾ വെറുതെ ഒരു 10-50 ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കുക. അപ്പൊ ടൈം മാനേജ് നിങ്ങൾക്ക് പറ്റും. ഒരു ക്വസ്റ്റ്യനെ മാക്സിമം ഒരു 30 സെക്കൻഡ്സ് കൊണ്ടൊക്കെ നിങ്ങൾക്ക് സോൾവ് ചെയ്യാം. അതിനെ കൂടുതൽ പോകാമെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. ആ ഒരു ടൈം മാനേജ്മെന്റും ഹെൽപ്ഫുൾ ആയിരിക്കും. നെഗറ്റീവ് മാർക്സ് സ്കിപ്പ് ചെയ്യാൻ സാധിക്കും. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഫോക്കസ് ചെയ്തിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റിയിലോട്ടായിരിക്കും നിങ്ങൾക്ക് ഈ മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആർജ് ചെയ്യാൻ കഴിയുന്നത്. ഇനി കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇത് ഒരു A ലെവൽ വന്ന് ചോദ്യമായിരുന്നു. ദ ട്രാൻസ്ഫോമർ റേറ്റിംഗ് ആർ യൂഷ്വലി എക്സ്പ്രസ്ഡ്. ഇതൊക്കെ എന്ന് പറയുന്നത് ഈ ഒരു ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. നമുക്കൊരു 2020 മുമ്പ് അല്ലെങ്കിൽ ഒരു 19 മുമ്പൊക്കെ PSC ചോദിച്ചത്. അത് ഡയറക്ട്ലി ഡെഫിനിഷൻ അല്ലെങ്കിൽ ഒരു 5 ക്വസ്റ്റ്യൻ ഇത് തൊട്ട് മുമ്പുള്ള 5 ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു 60% ആ ഒരു പഴയ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ചോദ്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പം കുറേയൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ട്രാൻസ്ഫോമർ റേറ്റിംഗ് നിങ്ങളിപ്പം ഇലക്ട്രിക്കൽ അറിയായിരിക്കും KV ആണ് റേറ്റിംഗ് വരുന്നത്. അത് എന്തുകൊണ്ടാണ് എന്നൊക്കെ നമുക്ക് ട്രാൻസ്ഫോമർ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിക്കോളും. കാരണം അതിന്റെ ലോസസ് ഒക്കെ വരുന്നുണ്ട്. ലോസസ് വരുന്നത് ഡിപ്പെൻസ് അപ്പോൺ വോൾട്ടേജ് ആൻഡ് കറണ്ട് ഒക്കെയാണ് വരുന്നത്. സോ ഇറ്റ് വിൽ ബി എക്സ്പ്രസ് ഇൻ KVA ആണ് ട്രാൻസ്ഫോമർ റേറ്റിംഗ് വരുന്നത്. അപ്പോൾ നമ്മുടെ മെഷീൻസിന്റെ ഒരു ടോപ്പിക്കാണ് വന്നിരിക്കുന്നത്. ഇനി മറ്റൊരു ചോദ്യം ഉണ്ടായിരുന്നു. ഇൻ എ ബാലൻസ്ഡ് 3-phase സിസ്റ്റം delta load, if we assume the line voltage is VRY equal to V angle 0 degree as a reference phase, then the source voltage V by B is. ഇതൊരു 3-phase ഒരു ചോദ്യമാണ് ഇത് തന്നിരിക്കുന്നത്. അതായത് ഒരു ഡെൽറ്റ കണക്റ്റഡ് സിസ്റ്റം ആണ്. ഒരു VRY എന്ന് പറയുന്ന ഇതെന്ത് വോൾട്ടേജ് ആണ്? ഫേസ് വോൾട്ടേജ് ആണ്, ലൈൻ വോൾട്ടേജ് ആണ്? ഇത് ലൈൻ ടു ലൈൻ വോൾട്ടേജ് ആണ് വന്നിരിക്കുന്നത്. VRY എന്ന് പറയുന്നത് ലൈൻ ടു ലൈൻ വോൾട്ടേജ് ആണ്. 3-phase സിസ്റ്റം പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കിക്കോളും. എനിക്ക് തോന്നുന്നു നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന കുട്ടികൾക്ക് നമ്മൾ ഇത് എടുത്തിട്ടുള്ളതാണെന്ന് എൻ്റെ ഓർമ്മ 3-phase സിസ്റ്റത്തിനെ പറ്റി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നെക്സ്റ്റ് ലൈൻ വോൾട്ടേജ് V by B എന്താണെന്നാണ് നമ്മുടെ ചോദ്യം. ഇതാണ് VRY വന്നിരിക്കുന്നത്. V by B ഇതാണ് V by B എന്ന് പറയുന്നത്. നമുക്ക് ഈ ഒരു ഫിഗർ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നിരിക്കില്ല. ഈ ഒരു ഫിഗർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നിരിക്കില്ല. 3-phase സിസ്റ്റം ഡെൽറ്റ ആണല്ലേ? ഓക്കെ. അപ്പൊ കറസ്പോണ്ടിങ് ആയിട്ട് ഡെൽറ്റന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫേസ് ഡയഗ്രാം വരയ്ക്കണം. ഫേസ് ഡയഗ്രാം വരച്ചതിന് ശേഷം എങ്ങനെയാണ് ലൈൻ ടു ലൈൻ വോൾട്ടേജ് വരുന്ന കോൺസെപ്റ്റ് ഉണ്ടായിരിക്കണം. ആ കോൺസെപ്റ്റിൽ നിന്ന് നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ ഒരു ചോദ്യം ക്രാക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു ചോദ്യമാണിത്. അപ്പോൾ ബേസിക്കലി ഒരു കോൺസെപ്റ്റ് ഉണ്ടാക്കുക. എങ്ങനെയാണ് 3-phase സിസ്റ്റം വരുന്നത്, എന്താണ് ലൈൻ ടു ലൈൻ വോൾട്ടേജ്, എന്താണ് ഫേസ് വോൾട്ടേജ്, എന്താണ് ലൈൻ ടു ലൈൻ കറണ്ട്, എന്താണ് ഫേസ് കറണ്ട്, ഇതൊക്കെ അങ്ങോട്ട് ഇത് തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ലൈൻ വോൾട്ടേജ്, ലൈൻ കറണ്ട്, ലൈൻ വോൾട്ടേജ്, ഫേസ് വോൾട്ടേജ്, ലൈൻ കറണ്ട്, ഫേസ് കറണ്ട്, ഇതൊക്കെ തമ്മിലുള്ള ഇന്റർ റിലേഷൻഷിപ്പ് ഈ സ്റ്റാറിലും ഡെൽറ്റയിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുന്നുണ്ട്. അതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ നോക്കുക. ഇപ്പൊ എന്റെ ആൻസർ വരുന്നത് VRY എന്ന് പറയുന്നത് V ആംഗിൾ 0 ഡിഗ്രി ആണ്. സോ V by B എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി V ആംഗിൾ -120 ഡിഗ്രി ആയിരിക്കും വരുന്നത്. സോ ദിസ് വിൽ ബി ദ ആൻസർ. സോ ഇതൊരു 3-phase സിസ്റ്റത്തിന്റെ ഒരു റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. കോൺസെപ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള ചോദ്യമാണ്. അപ്പൊ ഇത് എന്ന് പറയുന്നത് റീസെന്റ് കഴിഞ്ഞ ഒരു ഇലക്ട്രിക്കൽ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള ഒരു 2-3 ചോദ്യമാണ്. അത് 2023-ലാണ് തോന്നുന്നു. ഇത് 2023 കഴിഞ്ഞ ഒരു ഇലക്ട്രിക്കൽ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു ഫ്യൂ ക്വസ്റ്റ്യൻസ് ആണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്ന് അസേർഷൻ എന്ന് പറയുന്നത് ക്രിച്ച്ഓഫ് വോൾട്ടേജ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ദ ആൾജിബ്രിക് സം ഓഫ് ഓൾ വോൾട്ടേജ് അറൌണ്ട് എ ക്ലോസ്ഡ് പാത്ത് ഇൻ എ നെറ്റ്വർക്ക് ഈസ് 0. റീസൺ എന്ന് പറയുന്നത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ് ഈസ് ദ ബേസിക് ഓഫ്
സ്വിച്ച് ഓഫ് വോൾട്ടേജ് ലോ. ഇത് നമ്മൾ പഠിച്ചതാണ്. നമ്മുടെ ഓൾറെഡി നമ്മുടെ ക്ലാസ്സിൽ ഫസ്റ്റ് ക്ലാസ്സിൽ സെക്കൻഡ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ് KVL KCL. അപ്പം പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക് അറിയായിരിക്കും എന്താണ് KVL, എന്താണ് KCL എന്നൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഇതിൽ ഏതാണ് കൺസർവേഷൻ ഓഫ് ചാർജ്, ഏതാണ് കൺസർവേഷൻ ഓഫ് എനർജി എന്നൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക് ആണ് ഇത്, അല്ലെ? നമ്മൾ ഈ ഒരു സെയിം സാധനം, ഈ ഒരു സെയിം ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഈ ഒരു സെയിം കോൺസെപ്റ്റ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടാണ്. വൈ? ബിക്കോസ് ഈ തരത്തിലുള്ള ചോദ്യങ്ങൾ ഫ്രീക്വന്റ് ആയിട്ട് നമ്മുടെ PSC ആണെങ്കിലും ശരി, RRB ആണെങ്കിലും ശരി, SSC ആണെങ്കിലും ശരി, UPSC ആണെങ്കിലും ശരി, ഈ തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു രീതിയിൽ തന്നെയാണ് ഇപ്പൊ എനിക്കൊന്നും നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്ത കുട്ടികൾക്കാണെങ്കിൽ ഒരുപക്ഷെ ഇത് അറിയാം. ഈ സെയിം സ്റ്റേറ്റ്മെന്റ് തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഏതാണ്? KVL എന്ന് പറയുമ്പോൾ കൺസർവേഷൻ ഓഫ് ചാർജ്, സോറി, എനർജിയാണ് വരുന്നത്. ചാർജ് ഏതാ? KCL ആണല്ലേ? കൺസർവേഷൻ ഓഫ് ചാർജ്. അകത്തോട്ട് വരുന്ന എല്ലാം വെളിയിലോട്ട് പോകുന്നു, അല്ലെ? അത് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. സോ മോസ്റ്റ് പ്രോബ്ലി ആൻസർ ഷുഡ് ബി സി. ആണ് ആൻസർ വരിക. A true and R is false എന്ന് പറയുന്ന ഒരു ആൻസർ വരുന്നത്. Find the current through the 3 ohm resistor. 3 ohm resistor ഇതാണ്. ഒരു 20 വോൾട്ട് സപ്ലൈ ഉണ്ട്, 5 ohm ഉണ്ട്, 3 ohm ഉണ്ട്, 10 ohm ഉണ്ട്, 5 ആംപിയർ ഉണ്ട്. യൂസിങ് സൂപ്പർപൊസിഷൻ തിയറം എന്നൊരു ചോദ്യം പറഞ്ഞു. നമുക്ക് അങ്ങനെ നമുക്ക് അങ്ങനെ നമുക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം, അല്ലെ? നമുക്ക് സൂപ്പർപൊസിഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് ഏറ്റവും എളുപ്പമായിട്ട് നമുക്ക് പറ്റുന്ന ഏതാണ്? നമുക്ക് ഇതിനകത്ത് സിമ്പിൾ ആയിട്ട് നമ്മുടെ ഇത് ഏതാണ്, നോഡ് അനാലിസിസ്. നോഡ് അനാലിസിസ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു V എന്ന് പറയുന്ന നോഡ് വോൾട്ടേജ് കാണും. സോ നോഡ് ഇക്വേഷൻ എഴുതാം. നമ്മൾ നോഡ് അനാലിസിസ് നമ്മൾ പഠിപ്പിച്ചു കഴിഞ്ഞാണ്, അല്ലെ? പഠിപ്പിച്ചു കഴിഞ്ഞതാണെന്നാണ് എന്റെ ഓർമ്മ. V - 20/5 V - 20/5 പ്ലസ് V/3 - 5, അതായത് കറണ്ട് ആണ് വരുന്നത്. ഓക്കെ, ഈക്വൽ ടു 0. ഇങ്ങനെ ഒരു നോഡ് ഇക്വേഷൻ എഴുതാൻ സാധിക്കും. സോ ഇതിനെ അനലൈസ് ചെയ്ത് വരുമ്പോഴേക്ക് നമുക്ക് V is equal to some value. I think എത്രയാണ് വരുന്നത്? 15 or 16 സംതിങ് റിലേറ്റിംഗ് ടു 15 or 16 സംതിങ് ആയിരുന്നു എന്റെ ആൻസർ വന്നിരുന്നത്. സം വാല്യൂ കിട്ടും. സോ എനിക്ക് ഇവിടുത്തെ പൊട്ടൻഷ്യൽ ലഭിക്കും. സോ എന്റെ ചോദ്യം എന്താ? കറണ്ട് കണ്ടുപിടിക്കണം. ഈ ഒരു പൊട്ടൻഷ്യൽ കിട്ടിയ എന്റെ റെഫറൻസ് നോഡ് ഇതാണ് നമ്മുടെ റെഫറൻസ് നോഡ് എന്ന് വിളിക്കുന്നത്, അല്ലെ? അപ്പൊ ജസ്റ്റ് ഇത് ചെയ്യുക. സോറി, ഇതല്ല, V/3. ഇത് ചെയ്യുക. V/3 എന്ന് പറയുന്നത് ചെയ്യുക. സോ ആൻസർ വിൽ ബി A ആണെന്ന് എന്റെ ഓർമ്മ. ഇത് സ്റ്റെപ്സ് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. മാത്തമാറ്റിക്കലി ചെയ്ത് നോക്കിയിട്ടില്ല, കാൽക്കുലേഷൻ ചെയ്ത് നോക്കിയിട്ടില്ല. ഇതാണ് ജസ്റ്റ് നോഡ് അനാലിസിസ് വഴി നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. സപ്പോസ് സൂപ്പർ പൊസിഷൻ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? സൂപ്പർ പൊസിഷൻ നമ്മൾ തിയറം പഠിച്ചതാണ്, അല്ലെ? സൂപ്പർ പൊസിഷൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇനീഷ്യലി ഫസ്റ്റ് സോഴ്സ് എടുക്കുക, 20 വോൾട്ട് എടുക്കുക, കറണ്ട് സോഴ്സിനെ ഓപ്പൺ സർക്യൂട്ട് ചെയ്യുക, ദെൻ റെസ്പോൺസ് കണ്ടെത്തുക. ദെൻ നമ്മൾ എന്ത് ചെയ്യണം? നെക്സ്റ്റ് സോഴ്സ്, കറണ്ട് സോഴ്സ് എടുക്കുക, ഈ 5 ആംപിയർ സോഴ്സ് എടുക്കുക, ഇതിന് ഷോർട്ട് സർക്യൂട്ട് ചെയ്യുക, റെസ്പോൺസ് എടുക്കുക, രണ്ടും കൂടെ ആഡ് ചെയ്യുക. ഇതാണല്ലോ നമ്മൾ സൂപ്പർ പൊസിഷൻ തിയറം നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ സൂപ്പർ പൊസിഷൻ ഒന്നിൽ കൂടുതൽ സോഴ്സ് വരുമ്പോൾ ഓരോന്നിനെയും മാറ്റി നിർത്തിയിട്ട് ഓരോന്നിനെ നിർത്തി ബാക്കി സോഴ്സിനെ ഒഴിവാക്കിയിട്ട് റെസ്പോൺസ് എടുക്കുക, എല്ലാം കൂടെ ആഡ് ചെയ്യുക. അതായിരിക്കും നമ്മുടെ റെസ്പോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ബേസിക്കലി സൂപ്പർ പൊസിഷന്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഇങ്ങനത്തെ ഒരു എക്സാമിന് നമുക്ക് സൂപ്പർ പൊസിഷൻ യൂസ് ചെയ്യാം, KCL യൂസ് ചെയ്യാം, KVL യൂസ് ചെയ്യാം, നോഡ് അനാലിസിസ് യൂസ് ചെയ്യാം, മെഷ് അനാലിസിസ് യൂസ് ചെയ്യാം, റിഡക്ഷൻ മെത്തേഡ്സ് യൂസ് ചെയ്യാം, സോഴ്സ് ട്രാൻസ്ഫോർമേഷൻ യൂസ് ചെയ്യാം. അങ്ങനെ എന്ത് മെത്തേഡ്സ് അറ്റ്ലാസ്റ്റ് നമുക്ക് ആൻസർ കിട്ടണം എന്ന് മാത്രമേ നമുക്ക് വരണുള്ളൂ. ഓക്കെ, ഇതായിരുന്നു ഈ തരത്തിലുള്ള ഒരു ബേസിക് ചെറിയൊരു പ്രോബ്ലംസ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഈ ഒരു ലെവലിൽ ചോദിക്കാൻ സാധിക്കും. നെക്സ്റ്റ് ഒരു ചോദ്യം ഉണ്ടായിരുന്നത്, in a parallel resonance circuit, why does the current lag behind the source voltage at frequency below resonance? Again, ഇന്ന് August 9th, August 8th ഞാൻ പഠിപ്പിച്ചൊരു ടോപ്പിക് ആണിത്, അല്ലെ? നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടില് നമ്മുടെ ക്ലാസ്സിൽ ഈ ഒരു സെയിം ടോപ്പിക് നമ്മൾ പറഞ്ഞതാണ്. ഗ്രാഫ് വരച്ചിട്ട് പ്ലോട്ട് വരച്ചിട്ട് സീരീസ് റെസൊണൻസിന്റെ കണ്ടീഷൻ, ആ റെസൊണൻസ് ഫ്രീക്വൻസിന്റെ ലെഫ്റ്റ് സൈഡിൽ സർക്യൂട്ട് എങ്ങനെ ബിഹേവ് ചെയ്യും, റൈറ്റ് സൈഡിൽ എങ്ങനെ ബിഹേവ് ചെയ്യും. എഗെയിൻ പാരലൽ റെസൊണൻസ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രാഫ് വരച്ചിട്ട് റൈറ്റ് സൈഡിൽ എങ്ങനെ ബിഹേവ് ചെയ്യും, ലെഫ്റ്റ് സൈഡിൽ എങ്ങനെ ബിഹേവ് ചെയ്യും, അതിനെപ്പറ്റി അത് എന്തുകൊണ്ട് ബിഹേവ് ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ നല്ല കൃത്യമായിട്ട് സർക്യൂട്ട് വെച്ച് അതിന്റെ ഇൻഡിവിജ്വൽ ഗ്രാഫ് വരച്ചുകൊണ്ട് നമ്മൾ അതിനെ ഡിഫൈൻ ചെയ്ത് വെച്ചതാണ്. എന്തുകൊണ്ടായിരിക്കും? എഗെയിൻ കറണ്ട് ലാഗ് ചെയ്യണമെങ്കിൽ ഒറ്റ കണ്ടീഷൻ കാണത്തുള്ളൂ. എന്താ? എവിടെയാണ് കറണ്ട് ലാഗ് ചെയ്യുന്നത്? അത് ഒരു എലമെന്റിന്റെ നേച്ചറാണ്. എന്താണ്? ഏത് കണ്ടീഷൻ? ഇൻഡക്റ്റീവ് ആണെങ്കിലാണ് കറണ്ട് ലാഗ് ചെയ്യുന്നത്. കപ്പാസിറ്റീവ് ആണെങ്കിൽ എന്താ?
കറണ്ട് ലീഡ് ചെയ്യും, വോൾട്ടേജിനെ കറണ്ട് ലീഡ് ചെയ്യും. അത് എന്തുകൊണ്ട് ലീഡ് ചെയ്യുന്നു അല്ലെങ്കിൽ എന്തുകൊണ്ട് ലാഗ് ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സസിൽ പറഞ്ഞാണ്. ഇൻഡക്ടേഴ്സിനെ പറ്റി പഠിച്ചപ്പോൾ, കപ്പാസിറ്റേഴ്സിനെ പറ്റി പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞാണ് എന്തുകൊണ്ടാണ് കറണ്ട് ലാഗ് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് കറണ്ട് ലീഡ് ചെയ്യുന്നത്, എങ്ങനെയാണ് അതിന്റെ ബിഹേവിയർ വരുന്നത്, എന്താണ് റിയാക്ടൻസ്, എന്താണ് ഇമ്പിഡൻസ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മളന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ഇതൊരു പാരലൽ റെസൊണൻസിന്റെ ചോദ്യമാണ്. ഈ സെയിം കോൺസെപ്റ്റ് നമ്മൾ ഈവൻ ഇതിപ്പോ ഇന്നലെ പഠിച്ച ഇത് ഈ ഒരു എക്സാമിന്റെ നമ്മൾ ക്ലാസ്സസ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ക്ലാസ് കണ്ടക്ട് ചെയ്തപ്പോഴും ഈ സെയിം സാധനം തന്നെ ആ ഒരു ക്ലാസ് എനിക്ക് തോന്നുന്നു നമ്മുടെ യൂട്യൂബിൽ കാണുമായിരിക്കും. ഈ ഒരു എക്സാമിന് മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കാണ് ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പൊ ആ സെയിം ക്വസ്റ്റ്യൻ തന്നെ PSC എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ലാഗ് ചെയ്യുന്ന ഇൻഡക്റ്റീവ് നേച്ചർ ആയതുകൊണ്ടാണ് ലാഗ് ചെയ്യുന്നത്. അഗെയിൻ ഈ ഒരു സെയിം ക്വസ്റ്റ്യൻ, ഈ ഒരു ക്വസ്റ്റ്യനും നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന് മുന്നേ നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നപ്പം പഠിപ്പിച്ച ഒരു ടോപ്പിക് ആയിരുന്നു യൂണിറ്റ് ഓഫ് പോയിന്റിംഗ് വെക്ടർ. ഈ ഒരു സെയിം സാധനം തന്നെ ഞാൻ ക്ലാസ് എടുത്തതായിരുന്നു. ആ സെയിം ചോദ്യം PSCക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്റെ മാത്രമല്ല എല്ലാ ഫാക്കൽറ്റീസും ഈ ഒരു PSCയുടെ ഓവറോൾ വ്യൂ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ക്ലാസ്സസ് ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത്. സോ ഇത് ആൻസർ വരുന്ന പോയിന്റിംഗ് വെക്ടർ, ഒന്ന് പോയിന്റിംഗ് തിയറം ഉണ്ട്, അതിന്റെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ദെൻ പോയിന്റിംഗ് വെക്ടർ എന്ന് പറയുന്ന കോൺസെപ്റ്റ് പോയിന്റിംഗ് തിയറത്തിൽ നിന്ന് വരുന്നുണ്ട്. അതൊന്ന് വാട്ട് പെർ മീറ്റർ സ്ക്വയർ ആണ്. വാട്ട് പെർ മീറ്റർ സ്ക്വയർ ആണ് അതിന്റെ പോയിന്റിംഗ് വെക്ടറിന്റെ യൂണിറ്റ് ഒക്കെ വരുന്നത്. ഇത് പോയിന്റിംഗ് തിയറം പഠിക്കുമ്പോഴായിട്ട് നമ്മൾ അതിൽ നിന്ന് ഡിറൈവ് ചെയ്ത് വരുന്ന സാധനമാണ് പോയിന്റ് വെക്ടർ. ആ പോയിന്റ് വെക്ടറിന്റെ യൂണിറ്റിന്റെ എന്താണ് പോയിന്റ് വെക്ടർ എന്നൊക്കെ നമ്മൾ ആ സെഷനിൽ നമ്മൾ പ്രോപ്പറായിട്ട് ഡിഫൈൻ ചെയ്യുന്നുണ്ടായിരിക്കും. ഇപ്പം ഈ ഒരു ചോദ്യങ്ങൾ ഞാൻ ഉൾപ്പെടുത്താൻ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് ഈ AP യുടെ ക്വസ്റ്റ്യൻ ആണെന്നാണ് എൻ്റെ ഓർമ്മ. കാരണം AP യുടെ സെഷൻ നമ്മൾ പ്രീവിയസ് ഒരു 2 years ബാക്ക് 2022 ക്ലാസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ക്ലാസ്സസിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം. ഈവൻ സൂപ്പർ പൊസിഷന്റെ ആപ്ലിക്കേഷൻ ആണെങ്കിൽ ശരി, ഫസ്റ്റ് KVL KCL ഒക്കെ എന്തായാലും നമ്മൾ പഠിപ്പിക്കുന്നതാണ്. ദെൻ ഈ പാരലൽ റെസൊണൻസിന്റെ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. പോയിന്റിംഗ് വെക്ടർ ഡിസ്കസ് ചെയ്തതാണ്. ദെൻ മെഷർമെന്റ്സിന്റെ ടോപ്പിക് ഉണ്ടായിരുന്നു, അത് ഒരു പ്രോബ്ലമാറ്റിക് ആയിട്ടാണ് ഉൾപ്പെടുത്താതെ ആ ഒരു കോൺസെപ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അത്യാവശ്യം നമ്മൾ ഡിസ്കസ് ചെയ്ത സ്ഥാനത്തിൽ നിന്നൊക്കെ ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു എക്സാമിന്. സോ കറന്റ്ലി PSC എന്താണ് ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ കറന്റ്ലി അവരെന്താണോ നമ്മൾ എന്താണ് PSC എന്താണോ അവരുടെ ക്വസ്റ്റ്യൻ പാറ്റേൺ, ആ ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ ക്ലാസ്സസ് ഒക്കെ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഫാക്കൽറ്റീസ് എല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സോ അത്യാവശ്യം നിങ്ങൾക്ക് ഹെൽപ്ഫുൾ തന്നെ ആയിരിക്കും. എനിക്ക് തോന്നുന്നു ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മുടെ ഈ ഒരു AEയുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന കുട്ടികൾക്ക് ഇത് സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളാണ് ഇതൊക്കെ. ഓക്കെ, അപ്പോ നമുക്ക് ഇതാണ് നമ്മുടെ PSCയുടെ കറന്റ്ലി ആ ഒരു ക്വസ്റ്റ്യന്റെ ഒരു സ്റ്റാറ്റസ് എന്നൊക്കെ പറയുന്നത്. അപ്പോ ഇനി കുറച്ച് റെഫറൻസസും കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഈ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യാം. 9:15 ആയല്ലോ. നമുക്ക് റെഫറൻസ് മെയിൻലി ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് JB ഗുപ്തയുടെ ഒരു MCQ എന്താണ് പ്രിൻസിപ്പൽസ് ഓഫ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന JB ഗുപ്തയുടെ MCQs ഒക്കെ ഉൾപ്പെടുത്തുന്ന ഒരു ടെക്സ്റ്റ് ബുക്ക് അവൈലബിൾ ആണ്. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അവർ പറയുന്ന 35,000 ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അത്യാവശ്യം ഡിസ്ക്രിപ്ഷനും ഉണ്ട്. അത് ഓൺലൈനായിട്ട് അവൈലബിൾ ആണ്. നല്ലൊരു ടെക്സ്റ്റ് ആണ്. പക്ഷെ അത് കുറച്ച് എറേഴ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ നിങ്ങൾ ചെയ്ത് നോക്കുക, അത് നല്ലൊരു സാധനമാണ്. എഞ്ചിനീയേഴ്സ് അക്കാഡമിയുടെ MCQ ബുക്സ് അവൈലബിൾ ആണ്. മേത്തയുടെ അത്യാവശ്യം കുറച്ചുകൂടെ അത്യാവശ്യം നല്ലതാണെന്ന് തോന്നുന്നു. മേത്തയുടെ ഒബ്ജക്റ്റീവിന്റെ ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്. MEDICയുടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ അവൈലബിൾ ആണ്. ഞാൻ എപ്പോഴും പ്രയോറിറ്റൈസ് ചെയ്യുന്നത് JB ഗുപ്തയുടെ, കാരണം അതിനകത്ത് ഡിസ്ക്രിപ്ഷൻസും വരുന്നുണ്ട്. ആ ഡിസ്ക്രിപ്ഷനെ ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആയിരിക്കും JB ഗുപ്തയുടെ ടെക്സ്റ്റ് ബുക്ക്. എനിക്ക് വോളിയം 1ഉം വോളിയം 2ഉം ഉണ്ടെന്നാണ് എനിക്ക് അറിവ്. ഇപ്പൊ JB ഗുപ്തയുടെ നിങ്ങൾക്ക് ബുക്ക് വാങ്ങിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ഏതെങ്കിലും വാങ്ങിക്കുക. ബെറ്റർ JB ഗുപ്തയുടെ MCQ വാങ്ങിക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. നമ്മളും പ്രൊവൈഡ് ചെയ്യുന്നത്, നമ്മൾ ഓരോ ടോപ്പിക് ഓൾറെഡി പറഞ്ഞല്ലോ, ഓരോ ടോപ്പിക് കഴിയുമ്പോൾ നമ്മളും പ്രൊവൈഡ് ചെയ്യാറുണ്ട്. MCQs പ്രൊവൈഡ് ചെയ്യാറുണ്ട്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്, ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസ് വെക്കാറുണ്ട്. ദെൻ കുറച്ച് ഫ്രീ വെബ്സൈറ്റ്സും കൂടെ ഞാൻ ഒന്ന് പറഞ്ഞേക്കാം. textbook.com വളരെ നല്ലൊരു സൈറ്റാണ്. ഫ്രീ ഒരു സൈറ്റാണ്. പേ ഒന്നും ചെയ്യേണ്ട, അത്യാവശ്യം ഫ്രീ ആയിട്ടുള്ള സൈറ്റാണ്. നല്ല കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് അവൈലബിൾ ആണ് textbook.com. വെറുതെ ഒരു ടോപ്പിക് ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. ടോപ്പിക് സെലക്ട് ചെയ്തിട്ട് ടോപ്പിക് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് textbook.com എന്ന് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു പേജ് വരും. ഫ്രീ ആയിട്ട് കുറേ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഇപ്പൊ നമ്മൾ തരുന്നതിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്യാതെ ഇതുപോലുള്ള അഡീഷണൽ ആയിട്ടുള്ള കുറച്ച് കണ്ടന്റും കൂടെ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം ചിലപ്പോൾ ഞങ്ങൾക്ക് കിട്ടാത്ത ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. അത് നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് ബെനിഫിറ്റ് ഉണ്ടായിരിക്കും.
വേറെ സംസ്ഥാനങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കിട്ടും, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സൊല്യൂഷൻസും കുറച്ച് ചിലപ്പോൾ നമ്മൾ പറയുന്നതിനേക്കാളും കുറച്ച് ഈസി വേസ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവും. അത് നമുക്ക് എല്ലാം കൂടെ നമുക്ക് അറിവില്ലല്ലോ. അപ്പൊ ചിലപ്പോൾ ഞങ്ങൾ പറയുന്നതിനേക്കാളും ഒന്നോ രണ്ടോ സ്റ്റെപ്പ് കുറവായിട്ട് അവർ പറയുന്നുണ്ടായിരിക്കും. അത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും, ടൈം സേവ് ചെയ്യാൻ നല്ലതായിരിക്കും. ബെറ്റർ textbook.com നല്ലതാണ്, ഗ്രേഡ് അപ്പ് നല്ലതാണ്. എക്സാം വേദ എന്ന് പറയുന്ന ഒരു ഫ്രീ സൈറ്റ് ഉണ്ട്. ഇന്ത്യ ബീക്സിൽ അത്യാവശ്യം അത് പഴയ സൈറ്റ് ആണ്, ഇപ്പം അവൈലബിൾ ആണെന്ന് തോന്നുന്നു. അതൊന്ന് നോക്കണം. ഇന്ത്യ ബിക്സ് നല്ലതാണ്. സ്റ്റാൻ ഫൗണ്ടറി ബേസിക് ആയിട്ടുള്ള കുറച്ച് ഡെഫിനിഷൻസ് ഒക്കെ, അത് എനിക്ക് തോന്നുന്നു ലെവലൊക്കെ സ്റ്റാൻ ഫൗണ്ടറി യൂസ് ചെയ്താൽ കുറച്ച് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു അതിനേക്കാളും ഓവർസിയർ ലെവൽ പോലെ അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ചുകൂടെ ഡിപ്ലോമ ലെവലുള്ള എക്സാംസ് ഒക്കെ സ്റ്റാൻ ഫൗണ്ടറി ബെസ്റ്റ് ആണ്. പക്ഷേ AP ഗേറ്റ് ലെവലിൽ സ്റ്റാൻ ഫൗണ്ടറി നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ദെൻ objectivebook.com എന്ന് പറയുന്ന സൈറ്റുകളൊക്കെ നല്ലതാണ്. എപ്പോഴും നല്ലത് textbook.com നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് അഡീഷണൽ ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും എപ്പോഴും. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് എനിക്ക് തോന്നുന്നു സിലബസിനെ പറ്റി ഒരു ഓവർവ്യൂ കിട്ടി, എങ്ങനെ തുടങ്ങണം എന്നൊരു ഐഡിയ കിട്ടിയെന്ന് തോന്നുന്നു. എപ്പോഴും എഗെയിൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ബേസിക്സിൽ നിന്ന് തന്നെ തുടങ്ങുക. ഒരിക്കലും ഡിഫിക്കൽട്ടിൽ നിന്ന് തുടങ്ങാതെ ബേസിക്കിൽ നിന്ന് തുടങ്ങുക. മനസ്സ് സമാധാനമാക്കിയിട്ട് തുടങ്ങാൻ വേണ്ടി ബേസിക്കിൽ നിന്ന് തന്നെ തുടങ്ങുക. പാരലൽ ഒരു ഒന്നോ രണ്ടോ ഒരാഴ്ച കഴിഞ്ഞിട്ട് പാരലലി ഒരു ഡിഫിക്കൽട്ട് സബ്ജക്റ്റും കൂടെ തുടങ്ങുന്നതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ സജഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സോ ഐ ഹോപ്പ് നിങ്ങൾക്കൊരു നല്ലൊരു ഓവർവ്യൂ കിട്ടി, എങ്ങനെ ഒരു ഈ ഒരു സബ്ജക്റ്റിന് ഈ ഒരു എക്സാമിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്യാം, സിലബസ് എങ്ങനെ ഫോളോ ചെയ്യാം, ഏതൊക്കെ റെഫറൻസസ് യൂസ് ചെയ്യാം എന്നൊക്കെ ഒരു ഐഡിയ കിട്ടി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ സിലബസിനെ പറ്റി എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ, എക്സാംസിനെ പറ്റി എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ചോദിക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. നിങ്ങൾക്കൊരു ഈ ഒരു സെഷൻ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്നാണ് എൻ്റെ ഒരു വിചാരം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഓക്കെ. ഗീതു ഗോപി. ഓക്കെ, പറയൂ. ഗീതു ഗോപി ഏതാണ്, ബ്രാഞ്ച് ഏതാണ്? MSc ഫിസിക്സ് ആണല്ലേ? ഓക്കെ. എനിക്ക് MSc ഫിസിക്സ് നിങ്ങളുടെ സബ്ജക്ട്സ് ഏതൊക്കെയാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒന്ന് ആക്ച്വലി ഈ ടോപ്പിക്സ് എനിക്ക് തോന്നുന്നു ഗീതു MSc ഫിസിക്സ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റിന് ഡിഫിക്കൽട്ട് ആയിട്ട് എനിക്ക് പേഴ്സണലി തോന്നുന്നു. ട്രാൻസ്ഫോമേഴ്സ് ഡിഫിക്കൽട്ട് ആയിരിക്കാം, പ്രോസസ്സിംഗ് ഡിഫിക്കൽട്ട് ആയിരിക്കാം. ബാക്കിയെല്ലാം നമ്മൊന്ന് ടൈം സ്പെൻഡ് ചെയ്താൽ കിട്ടാവുന്ന ടോപ്പിക്ക് മാത്രമേ ഉള്ളൂ. അപ്പോ ഇതെല്ലാം ഒരു ഫ്രഷ് ടോപ്പിക്കാന്ന് ഓർത്താൽ ഇപ്പോ ഒരു 3 മാസം 4 മാസം കൊണ്ട് പ്രോപ്പർ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ, ഇപ്പൊ എനിക്കറിയില്ല ഗീതു വർക്കിംഗ് ആണോ അല്ലെങ്കിൽ സ്റ്റുഡന്റ് ആണോ അല്ലെങ്കിൽ അങ്ങനെയാണോ അറിയില്ല. അപ്പോൾ ഫ്രീ ആയിട്ടിരിക്കുന്ന ഒരു കാൻഡിഡേറ്റ് ആണ് എന്നുണ്ടെങ്കിൽ മാക്സിമം ടൈം സ്പെൻഡ് ചെയ്യുക. ബെറ്റർ നമ്മുടെ കോഴ്സ് എടുക്കുവാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. കാരണം വീക്ക്ലി നമ്മളിപ്പം ഓൾറെഡി ഒന്നോ രണ്ടോ സബ്ജക്ട്, ഇപ്പൊ എന്റെ സബ്ജക്ട് ബേസിക് ഇലക്ട്രിക്കൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് ഒരു 2 3 4 ക്ലാസ് കൊണ്ട് തീരും. ഓൾറെഡി നമ്മുടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബെറ്റർ കോഴ്സ് എടുക്കുക, സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മുടെ ഈ പറയുന്ന സിലബസ് ഫോളോ ചെയ്യുക. അത് മാത്രം നമുക്ക് ചെയ്യാനുള്ളൂ. അത് ഫ്രഷ് ആണെന്ന് പറഞ്ഞാലും നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ സാധിക്കില്ലല്ലോ. നമ്മൾ പഠിക്കുക എന്ന് പറയുന്ന സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇപ്പൊ MSc ഫിസിക്സുകാരി MSc ജോയിൻ ചെയ്യുമ്പോൾ ആ സബ്ജക്റ്റുകളും ഫ്രഷ് ആയിരുന്നു. അത് നമ്മളൊരു 3 വർഷം കൊണ്ട്, ഐ മീൻ BSc 3 വർഷം കൊണ്ട് തീർത്തു, MSc 2 വർഷം കൊണ്ട് തീർത്തു, സമയം എടുത്ത് പഠിച്ചു തീർത്തു. എന്തായാലും ഇപ്പൊ നോട്ടിഫിക്കേഷൻ വന്നു. ഇപ്പോ മാസം ഏതാ, ഇപ്പൊ ഓഗസ്റ്റ് അല്ലേ? മോസ്റ്റ് പ്രോബ്ലി ഒരു വിത്തിൻ 6 months 7 months നമ്മുടെ എക്സാം കാണും. ഈ ഒരു 7 months മാക്സിമം പൊട്ടൻഷ്യലി യൂസ് ചെയ്തുകൊണ്ട് പഠിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുക, പഠിക്കുക, പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്തിട്ട് പഠിക്കുക. ഒരിക്കലും ഡ്രോപ്പ് ചെയ്യരുത് എന്ന് തന്നെയാണ്. ഇത് ഡിഫിക്കൽട്ട് ആണ് എന്നുകൊണ്ട് ഡ്രോപ്പ് ചെയ്യാൻ പാടില്ല. ട്രൈ ചെയ്യുക, ബിക്കോസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ഈ എക്സാമിനല്ല എന്നുണ്ടെങ്കിൽ മറ്റൊരു എക്സാമിന് 100% ഷുവറാണ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. നമ്മുടെ ക്ലാസ്സസ് ഫോളോ ചെയ്യുക. ഓൺലൈൻ ക്ലാസ്സസ് തന്നെ അറ്റൻഡ് ചെയ്യുക. ഓൺലൈൻ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്ത് ഡൗട്ട്സ് ഓൺലൈൻ ആയിട്ട് തന്നെ നമ്മുടെ ഫാക്കൽറ്റീസിന്റെ അടുത്ത്, അത് ഏത് ഫാക്കൽറ്റി ആണെങ്കിലും ശരി, ഫാക്കൽറ്റീസിന്റെ അടുത്ത് ചോദിക്കുക. എന്താണ് ഇപ്പോൾ ട്രാൻസ്ഫോമേഴ്സ് ആണെങ്കിൽ എന്താണ് ഈ പാരാമീറ്റർ, അതെങ്ങനെയാണ് വരുന്നത്, കറക്റ്റ്
ക്ലിയർ ആയിട്ട് മാത്രം പോവുക. സോ ഫ്രഷ് ആണെന്ന് വെച്ചിട്ട് നിങ്ങൾ വിഷമിക്കേണ്ട, ഫെഡപ്പാവണ്ട, മാക്സിമം ടൈം സ്പെൻഡ് ചെയ്ത് പഠിക്കുക എന്ന് മാത്രമേ നമുക്കൊരു സൊല്യൂഷൻ ഉള്ളൂ. വേറെ യാതൊരു ഷോർട്ട് കട്ട്സും ഇല്ല. നമ്മുടെ ക്ലാസ്സസ് ഫോളോ ചെയ്യുക, MCQs ചെയ്യുക, പ്രോപ്പറായിട്ട് പഠിക്കുക. സോ ഒബ്വിയസ്ലി ഇപ്പൊ ഫിസിക്സുകാർക്ക് പാടായിരിക്കാം, ഇലക്ട്രോണിക്സുകാർക്ക് അതും പാടാണ്. കാരണം ഇത് സിലബസ് എന്ന് പറയുന്നത് നമ്മുടെ സിലബസ് ഡിസ്കഷൻ ഉണ്ടായിരുന്നല്ലോ, അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഇത് പ്യോർലി ഇലക്ട്രിക്കൽ സിലബസ് ആണ്. പ്യോർലി ഇലക്ട്രിക്കൽ സിലബസ്. ഞാൻ ഇലക്ട്രിക്കലാണ്. ഇലക്ട്രിക്കലിന്റെ AP യുടെ സിലബസ് എന്താണോ അത് തന്നെയാണ് ഈ ഒരു സിലബസ് എന്ന് പറയുന്നത്. സോ ഡെഫിനറ്റ്ലി ഡിഫിക്കൽട്ട് ആണ്. ഇപ്പം ഈ MSc ഫിസിക്സ് കാൻഡിഡേറ്റിനല്ല ഡിഫിക്കൽട്ട്, ബാക്കിയുള്ള ആൾക്കാർക്കും ഡിഫിക്കൽട്ട് തന്നെയാണ്. അപ്പോൾ പഠിക്കുക, അത്രേ ഉള്ളൂ. സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുക, സിസ്റ്റമാറ്റിക് ആയിട്ട് ഓരോ ടോപ്പിക്കും തറവാക്കുക. ഓക്കെ, എനിക്കൊന്ന് നമ്മുടെ യൂട്യൂബില് ഇതിന്റെ ഡെമോ ക്ലാസ് കാണുമായിരിക്കും. അപ്പൊ ആ ഡെമോ ക്ലാസ് ഒന്ന് കണ്ടു നോക്കിക്കോളൂ. അപ്പൊ നമ്മൾ എങ്ങനെയാണ് സബ്ജക്റ്റിനെ എന്താണ് അപ്രോച്ച് ചെയ്യുന്നത്, എങ്ങനെയാണ് ക്ലാസ്സസ് ഒക്കെ ചെയ്യുന്നതൊക്കെ ഒരു ഐഡിയ കിട്ടും. നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട്, നമ്മുടെ എന്താണ് ബിഗ് ലേണിംഗ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലുണ്ട്. അതിനകത്ത് എനിക്കൊന്ന് ഇലക്ട്രോണിക്സിന്റെ തന്നെ അവൈലബിൾ ആണ്. ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് പോലെ നമ്മൾ വെച്ചിട്ടുണ്ട്. ഒരു അരമണിക്കൂറിന്റെ 45 മിനിറ്റിന്റെ ക്ലാസ് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് കണ്ടു നോക്കുക. അതിനുശേഷം നമ്മുടെ കോഴ്സ് എടുക്കുക, കോഴ്സ് അറ്റൻഡ് ചെയ്യുക. ഓക്കെ, നമ്മുടെ മെന്ററുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി, ഡീറ്റെയിൽസ് എല്ലാം കിട്ടും. ഓക്കെ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ വേറെ ഒന്നും ഇല്ലാതെ നമുക്ക് മൈൻഡ് അപ്പ് ചെയ്തേക്കാം. ഓക്കെ സർ, താങ്ക് യു. ഓക്കെ, താങ്ക് യു, ഗുഡ് നൈറ്റ്.